Good afternoon to all. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Okay, starting another. So start with prayer. Yes, ma'am. Good afternoon, everyone. Bind us together, God, bind us together with cords that cannot be broken. Bind us together, bind us together, God, bind us together in love. There is a King. That is why we sing. Bind us together, Lord, bind us together with cords that cannot be broken. Bind us together, bind us together, Lord, bind us together in love. We are children of God. We are His promised believer. We are His chosen desire. We are His glorious new. Bind us together, God, bind us together with cords that cannot be broken. Bind us together, Lord, bind us together, Lord, bind us together in love. Bind us together in love. Thank you. Yeah. Okay, look down. And then yeah, what next? Next എന്താ പറയൂ? So the three or signing? എന്താണ് സൈലന്റ് ആണല്ലോ? Ma'am, signing Anusha Das. Okay, എന്താണ്? തോട്ട് അയന വർഗീസ്. ഇവർ രണ്ടുപേരും ഉണ്ടോ മാം? അയന ഇല്ല. Then signing? അനുഷ ദാസ്. മാം വിദ്യ പറയാം. Yeah, okay. Good morning, friends. I am very happy to introduce our teacher, Miss Ashwati ma'am. She has valuable experience in teaching. So she will help you explore, discover, and learn in your own way. Let us welcome her with open hearts. Thank you, ma'am. Yeah, okay. അപ്പൊ സൈനിങ് ആരില്ല? സപ്പോസ് ഒരാൾ ആക്സിഡന്റ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, അത് ടേക്ക് ഓവർ ചെയ്യാൻ ആരെങ്കിലും ഓക്കെ ആണെങ്കിൽ അത് ചെയ്യാലോ. മനസ്സിലായോ? അങ്ങനെയെങ്കിലും നമ്മൾ ചിന്തിക്കണുണ്ടോ? ആർക്കും ചെയ്യാവുന്നതാണ്. മാം തോട്ടത്തില് ഞാൻ പറഞ്ഞോട്ടെ? Thought of the day പറഞ്ഞോട്ടെ ഞാൻ? Yes. Today's thought: don't try to be perfect, just try to be better than you were yesterday. Once more, don't try to be perfect, just try to be better than you were yesterday. Thank you. ഓക്കെ, അപ്പോ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. ലാഗ് വരത്തില്ല. നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലെ, നിങ്ങൾ തന്നെ കോർഡിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതെല്ലാം. മാക്സിമം അത് കറക്റ്റ് ആയിട്ട് രീതിയിൽ തന്നെ പോവാം. ഓക്കെ,
ഓക്കെ ആണ്. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖാണ് എല്ലാവർക്കും? How are you all? Fine. Fine. Okay. പിന്നെന്താ? പ്രിപ്പയർ ചെയ്തു എല്ലാവരും? പ്രിപ്പയർഡ് ആണോ? മറന്നു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതെല്ലാം മറന്നോ? കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതാണ് ബാക്ക് ടു നോർമലിലേക്ക് പോയോ? അല്ലെങ്കിൽ ന്യൂ കുറച്ച് ചേഞ്ചസ് എന്തെങ്കിലുമൊക്കെ വന്നോ? എന്താണ് സൈലന്റ് ആണല്ലോ? എനിക്ക് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാ, റെസ്പോണ്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. മാമിനെ കാണുന്നില്ല. പറയൂ. മാമിനെ കാണുന്നില്ല. എന്നെ കാണുന്നില്ലയോ? കാണുന്നുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടല്ലോ. ഹോംവർക്ക് എന്താണെന്ന് എനിക്ക് സത്യമായിട്ട് ഓർമ്മ വന്നില്ല. സത്യം ഞാൻ എല്ലാ ശ്രീകൃഷ്ണന്റെ തിരക്കായി പോയി. ശ്രീകൃഷ്ണന്റെ തിരക്കായിരുന്നു, അതുകൊണ്ട് ഒന്നും ഓർമ്മ വന്നില്ല. ഓർമ്മയില്ല. പറഞ്ഞു തുടങ്ങുമ്പോ ചിലപ്പോ ഓർമ്മ വരും. സോറി. ബാക്ക്ഗ്രൗണ്ട് സൂപ്പർ കേട്ടോ. ന്യൂസ് ഒക്കെ വായിക്കാതിരിക്കണ പോലെ ഉണ്ട് മിസ്സേ. ന്യൂസ് ആണപ്പോ ഞാൻ വായിക്കും കുറച്ച് കഴിയുമ്പോ. ഒറിജിനൽ ആണ് ഇത്. മിസ് റെക്കോർഡ് ക്ലാസ് പോലെ ഇരിക്കണ കണ്ടിട്ട്. ക്ലാസ് വേറെ ക്ലാസ് മാറി വരുള്ളൂ. ഞങ്ങളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ക്ലാസ്. ഓക്കെ. ഇത് വാളിന്റെ കളറാണോ? വാളാണോ? ബ്ലൂ കളർ ബാക്കില് ബ്ലൂ ആണ്. വാളാണോ? വാള് മതില് മതിലാണ്, വാളാണ്. ഞാൻ വിചാരിച്ചു എഡിറ്റ് ചെയ്തേക്കണേന്ന് വെച്ച്. എഡിറ്റിംഗ് അല്ല കേട്ടോ. ഓക്കെ ഓക്കെ. നല്ല രസം. ക്ലാസ് നല്ലത് പറയും. ഇത് വേണോ അല്ലെങ്കിൽ അത് ക്ലാസ് മതിയോ? ഇപ്പൊ ഓക്കെ ഇതാണ്. ഓക്കെ. അപ്പൊ പറഞ്ഞത് എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിന്യൂഷൻ ആണ് അല്ലെ? അറിയാമല്ലോ എല്ലാവർക്കും. അറിയാം. വെർബാണ് എടുത്തതെന്ന് അറിയാം. ബാക്കി എടുക്കാം. വെറുതെ അല്ലല്ലോ എടുത്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല മഞ്ജു? ഉണ്ടായിരുന്ന വെർബാ എടുത്തത്. കോൺഫിഡൻസിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു. കോൺഫിഡൻസ് ആയിരുന്നു, സെൽഫ് കോൺഫിഡൻസ് ആയിരുന്നു ടോപ്പിക്. നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മഞ്ജു എവിടെയായിരുന്നു? ക്ലാസ് മഞ്ജു തിരിച്ചു പോയോ? കേട്ടതില്ല. ഓക്കെ. അപ്പോ ഇനി ആരാ സംസാരിക്കുന്ന? ആരെല്ലാവരും സംസാരിക്കുന്നുണ്ടോ? ഹലോ മിസ്സേ ഞാനിവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ സംസാരിച്ചോണ്ടിരുന്നത്. അതെ, ഞാൻ PTA മീറ്റിംഗിലായിരുന്നു അന്ന്. ക്ലാസ് കേട്ടായിരുന്നു, അതുകൊണ്ടാ ഒന്നും മിണ്ടാണ്ടിരുന്നെന്ന്. കേട്ടായിരുന്നു ഞാൻ, എല്ലാ ക്ലാസ്സും കേട്ടായിരുന്നു അന്ന്. ശരി. ഓക്കെ. അപ്പൊ സംസാരിക്കുന്നുണ്ടോ? സെൽഫ് കോൺഫിഡൻസ്, അബൌട്ട് സെൽഫ് കോൺഫിഡൻസ്. ഞാൻ സംസാരിക്കാം കോൺഫിഡൻസിനെ കുറിച്ച്. പറഞ്ഞോ. മലയാളത്തില് ഓക്കെ. ഞാൻ ഇപ്പോഴാണ് ലൈഫിൽ കോൺഫിഡൻസ് ആയേക്കണം. ഇത്ര നാളും ഞാൻ എന്താ പറയാ, ചേട്ടൻ പറയണ കേട്ട് അങ്ങനെ പോണ ഒരാളായിട്ട്. കല്യാണം കഴിഞ്ഞ് ഭർത്താവ് പറയണ കേൾക്കണം മനസ്സിലായ. ഇപ്പൊ ഞാൻ മാറി. ഇപ്പൊ ഞാൻ ഭയങ്കര സെൽഫ് കോൺഫിഡൻസ്. ഈ മോണ്ടിസോറി കോഴ്സിൽ ചേർന്നേക്കണ തന്നെ ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും എന്റെ തീരുമാനം എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തേക്കണാണ് ഈ മോണ്ടിസോറി കോഴ്സ്. അതായത് നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ, അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണ്ടേ. അങ്ങനെ ഒരു കോൺഫിഡൻസോട് കൂടി ഞാൻ ഇത് ചേർന്നേക്കണേ. അല്ലേ, ഇതല്ലേ കോൺഫിഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഞാൻ ഇതെങ്ങനെയെങ്കിലും എനിക്ക് നേടിയെടുക്കണം. അതാണ് എന്റെ ഒരു ഇത്. ഇനി ഇതിനെ കുറിച്ച് കൂടുതൽ പറയണോ? കോൺഫിഡൻസിനെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. ഇതാണ് എന്റെ ഒരു ഇത്. ഞാനിപ്പോ ഭയങ്കര കോൺഫിഡൻസിലാണ്. അതാ എനിക്ക് പറയാനുള്ളത്. എങ്ങനെയെങ്കിലും എല്ലാം നമ്മളിനി നമ്മളായിട്ട് ജീവിക്കണം. അതാണ് നമ്മൾ മറ്റുള്ളവർ പറഞ്ഞ കേട്ട് അങ്ങോട്ട് തിരിയാണ്ട് ഇങ്ങോട്ട് തിരിയാണ്ട്, അല്ലെ,
നമ്മൾ വേണ്ടതൊക്കെ കേൾക്കണം. അല്ലാണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആര് പറയണതും എന്താ പറയണ അങ്ങനെ ഇതാക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്റെ കോൺഫിഡൻസ് ഇപ്പോഴാണ് 39 വയസ്സായപ്പോഴാണ് എനിക്ക് കോൺഫിഡൻസ് വന്നേക്കണം. 39 വയസ്സുണ്ട്, കണ്ടാ പറയില്ലല്ലോ. അത് ശരിയാ. 39 വയസ്സായി. അപ്പോഴേ സത്യം ഞാനിപ്പോ എന്താ പറയാ, എല്ലാരും പറയില്ലേ മെച്ചൂറിറ്റി ഇല്ല എന്നൊക്കെ പറയില്ലേ, ശരിക്കും എനിക്ക് ഇപ്പോഴാണ്. മറ്റതെല്ലാം നമ്മൾ അവര് പറയണ കേട്ട് അങ്ങനെ മനസ്സിലായ, എല്ലാരും പറയണ അവരുടെ ഒപ്പീനിയൻ കേട്ട് എല്ലാവരുടെ ഒപ്പീനിയൻ കേട്ടിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യണായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ മാറി. എനിക്ക് എന്റേതായ ഒരു എന്താ പറയുക, എനിക്കൊരു ഇതുണ്ട്, എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. മനസ്സിലായ, അങ്ങനെ 2 മക്കളുണ്ട്. ഇപ്പൊ അവരുടെ കാര്യം എല്ലാം ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കും. അതിപ്പോ ഹസ്ബൻഡ് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. അത് വേണ്ടാന്ന് പറഞ്ഞാലും നല്ല കാര്യങ്ങളാണെങ്കിൽ മക്കൾക്ക് ഫുൾ സപ്പോർട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. മനസ്സിലായ, അപ്പൊ അവർക്കും ഒരു കോൺഫിഡൻസ് കിട്ടൂലേ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം നമ്മള് ഒരു അമ്മ എന്നുള്ള നിലയിൽ ഇപ്പൊ ഞാൻ നല്ല കോൺഫിഡന്റ് ആണ്. ഓക്കെ മഞ്ജു, നമ്മള് ഇപ്പൊ മഞ്ജു പറഞ്ഞു, മഞ്ജു പറഞ്ഞു. ഓക്കെ, ഇത്രയും ആ ഒരു ഏജ് ആയപ്പോഴാണ് നമുക്ക് ആ ഒരു തോന്നൽ വന്നത്, കുറച്ചൊക്കെ മനസ്സിലാക്കുന്നത്, റിയലൈസേഷൻ വന്നത് ആ ടൈമിലാണ് അല്ലെ. അത് ശരിക്കും ഏജ് ആകുമ്പോൾ വരുന്നൊരു കാര്യമല്ല കേട്ടോ. നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ്, നമ്മുടെ കംഫർട്ട് സോണിൽ പുറത്തിറങ്ങുമ്പോഴാണ് നമ്മൾ ഓരോ ലൈഫ് കാണുന്നത് അല്ലെ. ഓരോ ലൈഫും എങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുക, അതൊക്കെ നമ്മൾ പഠിക്കുന്നപ്പോഴാണ്. സോ അത് എക്സ്പീരിയൻസ് കൂടുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രശ്നം മെച്ചോർഡ് എന്ന് പറയുന്നത് എന്താണ്, കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഫേസ് ചെയ്യാനും അത് എങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഒരു നമുക്ക് തന്നെ ആ ഒരു എന്താണ്, നമുക്ക് കുറച്ചുകൂടെ അതിനെല്ലാം നമ്മൾ ആ ഒരു അനുഭവിച്ച് ഒന്നും കിട്ടുന്നില്ല. നമ്മൾ കുറച്ചുകൂടെ വില്ലിങ് ആവും അല്ലെ, ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എന്ത് പ്രോബ്ലം വന്നാലും ഫേസ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്നത് ആ എക്സ്പീരിയൻസിലൂടെയാണ് കേട്ടോ. സോ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കംഫർട്ട് സോണിൽ പുറത്തോട്ട് വരാം, എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കംഫർട്ട് സോണിൽ പുറത്തോട്ട് വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, കുറെയൊക്കെ നമുക്ക് കാണാൻ പറ്റും, ചുറ്റുമുള്ള എന്താണ് അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുക അല്ലെ. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ മാറ്റം വരുന്നത്. അല്ലാതെ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ കുറെയൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് അങ്ങനെയല്ല. ഓരോ ലൈഫ് നമ്മൾ കാണുമ്പോഴാണ്, അറിയുമ്പോഴാണ് നമുക്ക് നമ്മളിൽ അയ്യോ ഇങ്ങനെയൊക്കെ ആകാം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. സോ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എവ്രിവൺ ലേൺസ് ഫ്രം എക്സ്പീരിയൻസ് ആണ് അല്ലെ, എല്ലാവരും അങ്ങനെയാണ്. അതുകൊണ്ട് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാം, അപ്പൊ തന്നെ നമുക്ക് കുറച്ചെങ്കിലും ധൈര്യം കിട്ടും. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു, കുറച്ചുകൂടെ പേര് സംസാരിക്കാനുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് പറഞ്ഞു അല്ലെ. ആരും റെഡി ആയില്ല, കുറച്ചുപേരൊക്കെ അത് പ്രസന്റ് ചെയ്തു, പക്ഷേ പ്രിപ്പയർ ആയിരുന്നു എല്ലാവരും. എങ്ങനെയാണ്, ഓക്കെ ആണോ, സംസാരിക്കാൻ റെഡിയാണോ എല്ലാവരും? അറിയൂ മാം, എല്ലാവരും സംസാരിക്കാൻ റെഡിയാവും, പക്ഷെ ഇംഗ്ലീഷിലോട്ട് സംസാരിക്കുവാനാണ് എല്ലാവർക്കും ഒരു മടിയായിട്ടിരിക്കുന്നത്. കാരണം ഇംഗ്ലീഷ് എല്ലാവർക്കും വരത്തില്ല, അത് മാത്രമേ ഉള്ളൂ. ഞാൻ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്പൽസറി ആക്കട്ടെ? അങ്ങനെ പിന്നെ ഒരു സ്റ്റുഡൻസ് വായ തുറക്കും. അതാണ് പ്രോബ്ലം. കമ്പൽസറി ആക്കിയാല് ഓക്കെ നിങ്ങൾ സംസാരിക്കും, പക്ഷേ ക്ലാസ്സിൽ ആരും ജോയിൻ ചെയ്യില്ല, പേടിച്ചിട്ട്. അങ്ങനെയുണ്ട്. നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട്. എനിക്ക് പറയാൻ ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട്. അല്ല, നിങ്ങൾക്ക് ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ലീവ് ചെയ്ത് പോകാം അല്ലെ. അതുകൊണ്ട് കമ്പൽസറി ആക്കുന്നില്ല, പക്ഷെ നിങ്ങൾ മാക്സിമം ഒന്ന് അറിയാൻ ശ്രമിക്കൂ കേട്ടോ. ഓക്കെ, പഠിക്കണ്ടേ നമുക്ക് അറിയാനെങ്കിലും? ശ്രമിക്കണം. ശ്രമിക്കൂ, ഇപ്പൊ ശ്രമിക്കൂ. എന്താ പറയണ, ഐ വിൽ ട്രൈ അഗൈൻ. I will try my best. എനിക്കറിയാം മിസ്, പെട്ടെന്ന് കിട്ടത്തില്ല, മനസ്സിൽ വന്ന്, പക്ഷെ അത് പറഞ്ഞപ്പോ ഇങ്ങനെ ആയിപ്പോയി. അത് പറയണം, പറയുമ്പോഴാണ് പറഞ്ഞ് നമ്മൾ പഠിക്കും. ഒരു പ്രാവശ്യം പറയാ, I will try my best. മിസ്സിനോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിൽ വന്നു, അയ്യോ അതല്ലല്ലോ ബെസ്റ്റ് എന്നല്ലേ പറയണ്ടെന്ന് മനസ്സിൽ വന്ന്. പക്ഷെ പറഞ്ഞു പോകുമ്പോ നമ്മള് കറക്റ്റ് ആയിട്ട് പറയത്തില്ല. മലയാളം അങ്ങനെയൊക്കെ തന്നെ നമുക്ക് പഠിച്ചേ, അത് കുഞ്ഞുനാളിലെ പഠിച്ചല്ലേ.
അതാണ് നമ്മള് തെറ്റ് വെച്ചാണ് പഠിച്ചത്. പക്ഷെ നമ്മൾ അറിയുന്നില്ല, അന്ന് നമുക്ക് ബോധമില്ലാത്ത സമയത്ത് നമ്മൾ പഠിച്ചു. ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ട്, നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്കത് ഓർമ്മയില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് എന്താണ്, കുറെ ഇമോഷൻസ് വന്ന ടൈമിലാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് തെറ്റുമ്പോ നാണക്കേട്, ഇതൊക്കെ കുഞ്ഞിലേ നമുക്ക് തോന്നിയില്ലെങ്കിൽ നിങ്ങൾ മലയാളം പഠിക്കുമായിരുന്നോ? അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കൂ. ഇപ്പൊ ഞങ്ങൾ പറയണ മിസ് തിരുത്തി തരുമല്ലോ, അതുകൊണ്ട് ഇനിയിപ്പൊ ട്രൈ ചെയ്യാം. ഇത് കണ്ട ഇപ്പൊ തന്നെ മലയാളത്തിലല്ലേ പറയണത്, എങ്ങനെ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യണം, നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണ്ടേ? സ്റ്റാർട്ടിംഗ് പോയിന്റ് താനിട്ട് തന്നാൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ല, പക്ഷെ പറയണം. കുറച്ചു നേരം നമുക്ക് കാഷ്വൽ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് വെക്കാം ക്ലാസ് കഴിഞ്ഞിട്ട്. അതായിരിക്കും ഐഡിയ, അല്ലെങ്കിൽ മിസ്സിന് ആകെ പെട്ടു. അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യും, കോൺഫിഡൻസ് ആ ടോപ്പിക് ഒന്ന് സംസാരിച്ച് എല്ലാവരും. മലയാളമെങ്കിൽ മലയാളം, എക്സ്പീരിയൻസ്, നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസോ ഒക്കെ എന്ത് പറയുന്നത് പറയാം. കാരണം മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആണ്. ഓക്കെ, ഹലോ, എനിക്കും കൂടെ മോട്ടിവേഷൻ ആയിരിക്കാം. ഉണ്ണിമായ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ക്ലാസ്സിലില്ലായിരുന്നു മാം, ബിസി ആയിരുന്നു. ഇപ്പോഴാണ് കയറിയത്, ഇപ്പോഴാണ് കണ്ടത് കോൺഫിഡൻസിനെ പറ്റിയത്. എൻ്റെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട് ടൗൺ ഏരിയ ആയിരുന്നു, കൊല്ലത്തായിരുന്നു, ഹൈവേ സൈഡിലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ വണ്ടി പഠിക്കുന്നതിൻ്റെ ഒരു ആവശ്യം, അതായത് ആക്റ്റീവ് ഓട്ടിക്കുന്നതിൻ്റെ ഒരു ഇത് വന്നിട്ടില്ലായിരുന്നു, റോഡ് സൈഡിലായതുകൊണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഹൈവേന്ന് കുറച്ച് ഒരു 1.5 കിലോമീറ്റർ അകത്തോട്ടാണ്. അപ്പം ഞാൻ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നു. വണ്ടിക്കകത്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ 1 മണിക്കൂർ ഇടപെട്ട് ബസ്സുണ്ട് എങ്കിൽ തന്നെ എവിടെയെങ്കിലും പോകണമെങ്കിൽ എല്ലാവരും ഞാൻ ആശ്രയിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് മോൻ UKG ഒക്കെ LKG പഠിച്ചപ്പം എന്നെക്കാട്ടും ഏജ്ഡ് ആയിട്ടുള്ള ചേച്ചിമാരൊക്കെ മക്കളെ കൊണ്ടുവിടുമ്പം അവരെന്നെ കളിയാക്കുമായിരുന്നു. അപ്പൊ ഞാനതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് വണ്ടി പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് വന്നു. അപ്പൊ ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ആക്റ്റീവ് എങ്കിലും ഓട്ടിക്കാൻ പഠിക്കണം. കാര്യം നമുക്കൊരു ധൈര്യം, അത് നമുക്കൊരു എന്തും, നമ്മൾ എവിടെ ഒറ്റയ്ക്ക് പോകാൻ, ഇപ്പം മോനെയും കൊണ്ടായാലും ഇവിടെ പോകണം, ഹോസ്പിറ്റലായാലും സ്കൂളിലായാലും എവിടെ ആണെങ്കിലും പോകാൻ നമുക്കൊരു ധൈര്യം വരും. അപ്പോൾ ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു മസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഞാൻ ഇപ്പോഴും എന്നോട് പറയും, കോൺഫിഡൻസ് ആവണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചിലരുണ്ട് എല്ലാത്തിലും ഹസ്ബൻഡിനെ ആശ്രയിച്ചിട്ട് അത് നല്ലതാന്ന് വരുത്തി തീർക്കുന്നവരുണ്ട്. എന്നെ എവിടെയും വിടത്തില്ല, ഹസ്ബൻഡ് എന്നെ എവിടെയും വിടത്തില്ല, എന്നെ എല്ലായിടവും കൊണ്ടുപോകും, എന്നെ ഒരാളെയും കൂട്ടി വിടത്തോളൂ എന്നൊക്കെ പറയുമ്പോൾ ചിലർ അതിലങ്ങ് സത്യത്തിലങ്ങ് എന്താ പറയുക, ഞങ്ങളെ ആരും വിടത്തില്ല എന്ന് പറയുന്ന ഒരു ഇതായിട്ട് കാണുക. പക്ഷേ അങ്ങനെയൊക്കെ കരുതിയിരിക്കാതെ അറ്റ്ലീസ്റ്റ് ഒരു ആക്റ്റീവ് എങ്കിലും ഓട്ടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതാ മിസ് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. ഹസ്ബൻഡ് വിടത്തില്ല എന്ന് പറഞ്ഞ തോന്നുന്നുണ്ട്. അത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം ഒരു സ്ഥലത്ത് പോകാൻ ഇഷ്ടമാണെങ്കിൽ നമ്മളത് ഹസ്ബൻഡിനോട് പറയുകയാണെങ്കിൽ ഹസ്ബൻഡ് വിടാതിരിക്കുക. വിടാണ്ടിരിക്കും മിസ്, വിട്ടൂല. വിട്ടു പോയി കഴിഞ്ഞാൽ വഴക്കാവും വീട്ടില്. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാ മിസ്സേ, എൻ്റെ ഹസ്ബൻഡ് ഫുള്ളി സപ്പോർട്ടാ. ഈ കോഴ്സിന് ചേർത്തതും എനിക്ക് ഇത് അയച്ചു തന്നതും എല്ലാം എൻ്റെ ഹസ്ബൻഡാ. എനിക്ക് എൻ്റെ വീട്ടിൽ ഇരുന്ന ഇഷ്ടമല്ല, എങ്ങനെ ഒരു ജോലിക്ക് പോകണം എന്നാ പറയുന്നത്. ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ അടുക്കളയിലായിട്ട് ഇങ്ങനെ ഇരുന്ന് കിടന്ന് ഉറങ്ങി വീട്ടിൽ തന്നെ ഇരുന്ന് പോകും, എങ്ങനെയെങ്കിലും ജോലിക്ക് പോകാനാ പറയുന്നത്. അങ്ങനെ എന്നെ PSC കോച്ചിങ് 2-3 വർഷം കൊണ്ടാക്കി. അവിടുന്ന് കുറെ ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ ഇത് വീട്ടിൽ ഇരുന്ന് തന്നെ പഠിക്കാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഈ കോഴ്സ് കണ്ടുപിടിച്ച് എനിക്കിത് അയച്ചു തന്നത് ഹസ്ബൻഡ് തന്നെ. അപ്പൊ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാ. ഹസ്ബൻഡാണ് പറഞ്ഞത് വണ്ടി പഠിക്കാൻ പോകാൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാ, ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. നാളെ എങ്ങാനും ചേട്ടനിങ്ങനെ കാണാറില്ല, സപ്പോസ് എപ്പോഴും ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണ ഇതില് വിടണില്ലാതെ ഉള്ള കാര്യവും ഞാൻ പറയണത് എന്റെ മനസ്സ് പറഞ്ഞിട്ട്. ഇപ്പൊ ഈ ചേച്ചി ആരാ ഇപ്പൊ പറഞ്ഞില്ലേ ഡ്രൈവിങ്, എനിക്ക് ഡ്രൈവിംഗ് ഞാൻ 5ാം ക്ലാസ്സിലുള്ളപ്പോ സൈക്കിൾ ഓടിയ ആളാ. പക്ഷെ ഇത് വിടത്തില്ല ഡ്രൈവിംഗ് പഠിക്കാൻ. അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഈ മോണ്ടിസോറി ക്ലാസ് കഴിയുമ്പോ എന്തായാലും ഞാൻ പോകും ഡ്രൈവിംഗ് പഠിക്കാൻ. അപ്പൊ പറഞ്ഞ എന്താ അറിയോ, നിനക്ക് വല്ലതും പറ്റി കഴിഞ്ഞാല് ഞങ്ങളെ ആര് നോക്കുന്നു, അതാണ് പറയണത്. നമ്മളങ്ങനെ പറഞ്ഞ് ഇതാക്കണേ. പക്ഷെ ഞാനതൊന്നും കേൾക്കൊന്നുമില്ല. പിന്നെ അതിന് സപ്പോസ് ഇപ്പൊ ചേട്ടനറിയാണ്ട് ഞാൻ വണ്ടി എടുത്ത് വല്ല ആക്സിഡന്റ് ആയ ആശുപത്രി കേസ് വന്നാൽ കാശാവൂലേ, മനസ്സിലായ? അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞ കേട്ടിരിക്കണേ. അല്ലാണ്ട് ചേട്ടനെ പേടിച്ചിട്ടല്ല. അപ്പോഴും നമ്മൾ അവർക്ക് ചെലവ് ആക്കരുതല്ലോ, നമുക്ക് വേണ്ടി അവര് അധ്വാനിക്കണേയുള്ളൂ, മക്കളെ നോക്കാനും അല്ല. നമ്മൾ 2 ഭാഗവും ചിന്തിക്കണം ഭർത്താവിന്റെ. അങ്ങനെ ഒരു വ്യക്തിയാണ്.
ഇപ്പൊ വേണമെങ്കിൽ എനിക്കിപ്പോ ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കാൻ എനിക്ക് ഇവിടെയൊക്കെ പോകാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാത്തത് എന്താ, അത് റൂൾസിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് അല്ലേ. അതുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കണില്ല. പക്ഷെ അതുകൊണ്ട് ഇപ്പൊ ആ മാഡം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കോൺഫിഡൻസ് ചെയ്യാം. പറഞ്ഞു പേടിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോ സൈക്കിളൊക്കെ എടുക്കണുണ്ട്. അപ്പൊ ചേട്ടനറിയാം ഇനി ഞാൻ വണ്ടി ഓടിക്കുന്ന 100% അറിയാം. പക്ഷെ ഇങ്ങനത്തെ സമ്മതം കിട്ടാണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. മനസ്സിലായ? എന്നോട് പറഞ്ഞ തൊട്ടപ്പുറത്ത് അവിടെ അടുത്തൊരു അമ്പലമുണ്ട്, ആ അമ്പലം വരെ പോയിക്കോ. തൊട്ടപ്പുറത്ത് വേറൊരു അമ്പലമുണ്ട്, അവിടെ വരെ പോയിക്കോ. പിന്നെ എന്തിനാ ലൈസൻസ് എടുക്കണേന്ന് ഞാൻ മിണ്ടാണ്ടിരിക്കണായിരുന്നു ഇത്രയോ നാള്. ഇപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ ബാറ്ററിയുടെ ചാർജർ വണ്ടി മേടിക്കാം. പിന്നെ വിചാരിച്ചു എന്തായാലും പഠിക്കണമെങ്കിൽ പെട്ടെന്ന് ഒരു ആവശ്യം വന്നെങ്കിൽ നമുക്ക് അവിടം വരെയൊക്കെ ദൂരെയൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കണ തന്നെയാണല്ലോ നല്ലത്. അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പൊ ഈ മോണ്ടിസോറിയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത ഡ്രൈവിംഗ് പഠിക്കാൻ വേണം. പഠിക്കൂ. അപ്പോ പറഞ്ഞു വന്നെന്താ, ടോപ്പിക്ക് എവിടേക്കും അറിയാലോ. കോൺഫിഡൻസ് ആണ്. ഓക്കെ, ഇപ്പൊ പറയൂ, വേറെ ആരും സംസാരിക്കാം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എന്റെ പേര് അൽഫിയ. എന്റെ കല്യാണം ഒരു 17 വയസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു എന്നെ കേട്ടിട്ടുള്ളത്. ഞാൻ ഭയങ്കര ഒരു അത്ര ആക്റ്റീവായ ഒരു പേഴ്സൺ ഒന്നും അല്ലായിരുന്നു. ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് കരയുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. വീട്ടിൽ ആരെന്നും വീട്ടിന്നാവട്ടെ പുറത്തുനിന്നാവട്ടെ ആരെങ്കിലും ഒരാൾ നിന്ന് കണ്ണുരുട്ടിയാൽ തന്നെ അവിടെ നിന്ന് കരയുന്ന ഒരു ടൈപ്പ് ആയിരുന്നു. 17 വയസ്സിൽ കല്യാണം കഴിച്ചല്ലേ, ഭർത്താവിന്റെ വീട്ടിൽ പോയി. ആരുമായിട്ട് അധികം പരിചയമില്ല. അവിടുത്തെ ആഹാരങ്ങളും അവിടുത്തെ സ്ഥലവും പരിസരമായിട്ട് ഒത്തിരി ഇണങ്ങി ചേരാൻ ഒരുപാട് അനുഭവിച്ചു. ഭർത്താവിന്റെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് അങ്ങനെ കുറെ നാള് ജീവിച്ചു പോയി. പെട്ടെന്ന് തന്നെ ഗർഭിണിയായി. കല്യാണം കഴിഞ്ഞ 1 മാസത്തിനകം പ്രഗ്നന്റും ആയി. അങ്ങനെ ഡെലിവറി ടൈമൊക്കെ ഭയങ്കര പ്രശ്നവും അടിയൊക്കെ ആയിരുന്നു. ഭർത്താവിന്റെ വീട്ടുകാർ എന്റെ വീട്ടുകാർ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നവും അടിയൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് എന്റെ വീട്ടുകാർ എന്നെ പഠിപ്പിച്ച കാര്യം എന്തൊരു പ്രശ്നം വന്നാലും തറയിൽ കൂടെയേ വരും, തലയിൽ കൂടെ ഒന്നും വരും. അപ്പൊ എന്തൊരു പ്രശ്നം വന്നാലും നേരിട്ട് അതിനെ നമ്മൾ ചങ്കൂറ്റത്തോടെ നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ എല്ലാം ഒന്ന് ഫേസ് ചെയ്ത് അതൊക്കെ മാനേജ് ചെയ്ത്. എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളൊക്കെ കാണും. പുല്ല് തൊട്ട് കൊട്ടാരം വരെയും പ്രശ്നങ്ങൾ കാണും. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയും അങ്ങനെയൊന്നും ചെയ്യാതെ ഒത്തിരി ബോൾഡായിട്ടൊക്കെ ഇരിക്കാൻ ശ്രമിക്കണമെന്ന് എന്റെ വീട്ടുകാർ പഠിപ്പിച്ച ആ ഒരു വാക്കാണ് ഇന്ന് ഞാൻ ഈ നിലയിൽ നിൽക്കുന്നത്. എന്റെ ഭർത്താവ് എല്ലാത്തിനും ഫുൾ സപ്പോർട്ട് തന്നെയാണ്. തനിക്ക് എന്താണോ തോന്നുന്നത് താൻ അത് ചെയ്യുക എന്ന് തന്നെയാണ് അവര് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഭർത്താവിന്റെ വീട്ടുകാരെങ്ങനെയല്ല, അവര് ഒന്നും ചെയ്യരുത്, താൻ ഭർത്താവിന്റെ ചിലവിന്റെ അടിയിലിരിക്കുക, ഭർത്താവിന്റെ ചിലവിലാണ് ഇരിക്കുന്നത്, അത് ഭർത്താവ് പറയണത് മാത്രമേ കേൾക്കാവൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പായിരുന്നു. എന്റെ വീട്ടുകാർ വീട്ടുകാരുടെ ഭർത്താവും ഫുൾ സപ്പോർട്ട് തന്നെയായിരുന്നു. അങ്ങനെയല്ല, ഇങ്ങനെയാണ്, നിനക്ക് ഭർത്താവ് പറയുന്നത് തനിക്ക് എന്ത് തോന്നുന്നുണ്ടോ താൻ അത് ചെയ്യുക. തനിക്ക് പൈസക്കാവട്ടെ എന്തിനാവട്ടെ ഫുൾ സപ്പോർട്ട് ഞാൻ കാണും. പക്ഷേ താൻ എന്ത് പറയുന്നുണ്ടെങ്കിലും എന്നോട് പറഞ്ഞു ചെയ്യുക. ഞാനും കൂടി അറിഞ്ഞിരിക്കണം. ഒരു പക്ഷേ അതിന് താൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ അത് ഞാനും കൂടി അറിഞ്ഞുകൊണ്ടാണ് എന്നെനിക്ക് പറയാം. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് പിന്നീട് മനസ്സിലോട്ട് അങ്ങ് പഠിപ്പിച്ച്. കാരണം നമ്മൾ ചെയ്യുന്നത് തെറ്റല്ല, മറ്റുള്ളവർക്ക് ഒരു കുഴപ്പം ഉണ്ടാകുന്നില്ല. പിന്നെ മറ്റുള്ളവർ പറയുന്ന വാക്ക് നമ്മൾ എന്തുകൊണ്ട് കേൾക്കണം? മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയാൽ നമ്മൾ എന്തുകൊണ്ട് കേട്ട് കരഞ്ഞിരിക്കണം? അവിടെ നിന്ന് കരയാതെ ആ പറയുന്നവരോട് തിരിച്ചൊരു വാക്ക് പറഞ്ഞ് പഠിച്ച് ശീലിച്ച് ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഈ ഭർത്താവ് തന്നെയാണ് ഡ്രൈവിംഗ് പഠിപ്പിച്ചതും ഈ ക്ലാസ്സിലോട്ട് ചേർത്തതും എല്ലാം ഭർത്താവ് തന്നെയാണ്. ഇപ്പൊ ഈ ഒരു ലൈഫ് ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് ഭർത്താവിന്റെ ചിലവാണെങ്കിൽ പോലും, എന്നെ പഠിപ്പിക്കുന്നത് ഭർത്താവാണെങ്കിൽ പോലും ഇപ്പൊ ഞാൻ നല്ല ബോൾഡാണ്. എന്റെ വീട്ടുകാരുടെ ആ ഒരു സപ്പോർട്ട് മാത്രമായിരുന്നു എന്റെ ജീവിതം ഇങ്ങനെ ആവാൻ കാരണം. ഓക്കെ ഹായ് മാം. ലാസ്റ്റ് വീക്ക് ഫുള്ള് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ കോൺഫിഡൻസിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ, ഈ കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓപ്പോസിറ്റിൽ ഒരാൾ നിൽക്കുമ്പോൾ അവരെ കണ്ട് നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കോൺഫിഡൻറ്റ് കിട്ടത്തില്ല. അതിപ്പോ ഇൻ കേസ് ബൈക്കിനാണെങ്കിലും ഈ പറയുന്ന ഞാൻ തന്നെ, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം,
പക്ഷെ ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് ഇടുക്കിയില, ഫുള്ളും ഇതില്ല, ഹിൽ സ്റ്റേഷൻ അല്ല. അപ്പൊ ഇവിടെ ഒന്നും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ബൈക്കിനെ കാണുമ്പോ എനിക്ക് കൈയൊക്കെ വരിക്കും. ഇപ്പൊ ഇത്രയും നേരമായിട്ട് കോൺഫിഡൻസിനെ കുറിച്ച് പറഞ്ഞിട്ട് പോലും എനിക്ക് അറിയാം പറയാൻ, പക്ഷെ അത് വരുന്നില്ല പുറത്തേക്ക്. അപ്പൊ എന്റെ കോൺഫിഡൻസ് പോവും. ഇത് എനിക്ക് അറിയാം, പറയാനും അറിയാം, സംസാരിക്കാനും അറിയാം, ആരെയും പേടി എന്നുള്ള എല്ലാം എന്റെ ഉള്ളിലുണ്ടാവും. പക്ഷെ ഒരാളെ കാണുമ്പോ അത് സംസാരിക്കാനോ ബൈക്ക് ഓടിക്കാൻ അറിയണ എനിക്ക് ഈ ഹിൽ സ്റ്റേഷനിൽ ഈ ഹിൽവേയിൽ ഓടിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ എന്റെ കോൺഫിഡൻസ് പോയി. എനിക്ക് 3 വയസ്സുള്ളൊരു കൊച്ചുണ്ട്. അതുവരെ എന്റെ ശരീരം കുറച്ച് ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ പിന്നെ എനിക്ക് ബാക്ക് പെയിൻ, സെക്ഷൻ ആയതുകൊണ്ട് ബാക്ക് പെയിൻ, വെയിറ്റ് ഗെയിൻ ഒക്കെ ആയി. അപ്പൊ പിന്നെ എനിക്ക് ഒരു ഡ്രസ്സ് ഇടാൻ കോൺഫിഡൻസ് ഇല്ല. ബാംഗ്ലൂരിൽ ജനിച്ച് വളർന്ന എനിക്ക് ഇവിടെ വന്നിട്ട് ജീൻ ഇടാനോ ടീഷർട്ട് ഇടാനോ സ്കേർട്ട് ഇടാനോ ഒന്നും എനിക്ക് കോൺഫിഡൻസ് ഇല്ല. കാരണം എന്റെ ശരീരം ഞാൻ വെയിറ്റ് കൂടി എന്ന് പറഞ്ഞിട്ട് ഒരു 6 to 8 months വരെ ഞാൻ വർക്ക്ഔട്ട് ഒക്കെ ചെയ്ത് 10 കിലോ ഒക്കെ ഞാൻ കുറച്ച്. അപ്പൊ എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. ഈ കോൺഫിഡൻസ് എന്നും പറയുന്നത് തന്നെ നമ്മളുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ ഇനി ഒരാൾ ഇങ്ങനെ ജഡ്ജ് ചെയ്യും, ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ശരീരം വണ്ണം വെച്ചത് കൊണ്ട് ഈ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ അവളിങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ജഡ്ജ് ചെയ്യോ എന്ന് പറഞ്ഞിട്ട് എല്ലാം ഉള്ളിലുള്ളത്. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നതും നമ്മളുടെ ഉള്ളിൽ തന്നെ. ഇനി അവർ അങ്ങനെ നമ്മൾ ജഡ്ജ് ചെയ്യോ എന്ന് പറയുന്നതും നമ്മളുടെ ഉള്ളിൽ തന്നെയാണ്. ഇങ്ങനെ എല്ലാം ചുറ്റുപറ്റിയിരിക്കുന്നതും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. സത്യത്തിൽ നമ്മൾ ഒരാളെ കണ്ട് പേടിക്കുമ്പോഴാണ്, അത് നമ്മൾ തന്നെ കണ്ട് പേടിക്കുമ്പോഴാണ് അവിടെയാണ് നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം. താങ്ക് യു മാം. ഓക്കെ അനുഷ. ഓരോരുത്തർക്കും പറയാൻ ഓരോ റീസൺ ആണ് അല്ലെ, അതെല്ലാം അവര് അനുഭവിച്ച കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ കോൺഫിഡൻസിന് ഞാൻ പറഞ്ഞില്ലേ പല ഫേസസ് ഉണ്ട്. അപ്പൊ മനസ്സിലായോ, നമ്മള് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന പോലെയല്ല ആ ടോപ്പിക് വരുന്നത്. ഓരോ ലൈഫിലും കോൺഫിഡൻസ് എന്ന് പറയുന്നത് പല രീതിയിലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഷംസീന. സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് പേര് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ, അങ്ങനെയാണ് ഞാൻ ഓരോരുത്തരെ വിളിക്കാം. ഓക്കെ, ഷംസീന പറയൂ. Hello ma'am. Confidence means having a belief in yourself. It's comparing our lifestyle, weight, food habits, and traditional, etc. It is something that we need to develop in ourselves, and it is also an important factor for a healthy and positive lifestyle. We something learn from others' experience. Every failure, it helps abilities to face life's challenges and achieve goals. Confidence gives you the courage to dream big goals with a positive attitude. First of all, we understand our strengths and weakness to make better recognize and utilize our capabilities. Important things to improve our confidence is stop comparing and stay focused on it. And relax, go with flow and don't stress the little things. And be positive and look for the good in every situation. Thank you, ma'am. Okay, Shamsi. Yeah. Okay, Jisha. Ma'am, Risha. ദൃശ്യ വിളിക്കാട്ടോ. ഓക്കെ, ജിഷ. ഹായ് മാം, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഇടുക്കിയിലാണ് എൻ്റെ സ്ഥലം. അപ്പൊ മുമ്പ് ഒരാൾ പറഞ്ഞ കണക്ക് നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വളവും തിരിവായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് നിരന്നൊരു സ്ഥലമൊന്നും നമുക്ക് കാണാൻ അങ്ങനെ അധികം ഇല്ല. അപ്പം എന്നെ ഇതുപോലെ തന്നെ ഡ്രൈവിങ്ങിന് കൊണ്ടുവന്നാക്കി. ഞാൻ അങ്ങനെ 4 വീലർ പഠിക്കാനാ പോയത്. കാരണം അതാകുമ്പോൾ 4 വീലുണ്ടല്ലോ, നമുക്കൊരു സേഫ് ആണല്ലോ, അങ്ങനെയാ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ ആദ്യം പഠിച്ചത് 2 വീലറാ, 4 വീലർ പഠിച്ചില്ല. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വെഹിക്കിൾ ഓഫീസർ നമ്മുടെ കൂട്ടത്തിൽ വന്ന് ഇരിക്കുമ്പോൾ നമ്മള് ഈ കയറ്റത്ത് വെച്ചൊന്നും നമ്മളെ വണ്ടി എടുക്കാനോ ഒന്നും നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നൊന്നുമില്ല.
അവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ. അപ്പം നമ്മളോട് പറഞ്ഞു ഫസ്റ്റ് ഇട്ടോ സെക്കൻഡ് ഇട്ടോ തേർഡ് ഇട്ടോ, എന്നോട് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് സൈഡ് മാറ്റി നിർത്തിക്കോളാൻ പറഞ്ഞു, ലൈസൻസും തന്നു. പക്ഷെ 4 വീലർ നന്നായിട്ട് ഓടിച്ചും വീഴ്ത്തിയൊക്കെ ഞാൻ നന്നായിട്ട് പഠിച്ചു. നല്ല സൂപ്പറായിട്ട് വണ്ടിയൊക്കെ ഓടിച്ചിട്ട് പോകും. അങ്ങനെ 4 വീലർ എന്നാൽ നന്നായിട്ട് പഠിച്ചിട്ടുമില്ല, ലൈസൻസ് കിട്ടുകയും ചെയ്തു. അങ്ങനെ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ പാലായ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു വണ്ടി ഓടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ എന്നാലൊരു ഭയം ഉണ്ടായിരുന്നു, മൊത്തം കയറ്റവും ഇറക്കമൊക്കെയാണ്, ഒരു ഭയം ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞു ഇല്ല ധൈര്യമായിട്ട് ഓടിച്ചോളാൻ പറഞ്ഞു. ഞാൻ കയറി ഓടിച്ചു. ഒരു കട്ടപ്പനയൊക്കെ കഴിഞ്ഞ ഒരു സ്ഥലം, ഒരു സിറ്റി ഉണ്ട്. അപ്പൊ ആ സിറ്റിയിലോട്ട് കയറുന്ന സമയത്ത് ഒരു കയറ്റവാ. അപ്പൊ അവിടെ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഇടയ്ക്കൊന്നും ഒരു വണ്ടി, ഒരു കാറ് തിരിക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പൊ ഞാൻ ആ ഒരു ചവിട്ടി കയറുന്ന സമയത്ത് ആ വണ്ടിയെ ചെന്ന് ഞാൻ ഇടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കയറ്റത്ത് തന്നെ വണ്ടി ബ്രേക്ക് ചവിട്ടി നിർത്തി കഴിഞ്ഞപ്പം ഒരു ലെഫ്റ്റ് സൈഡ് നല്ല വീതിയുള്ള റോഡാ. അപ്പൊ നമ്മൾ ആ ഒരു ഏകദേശം ഒരു സെൻട്രൽ ഭാഗത്താണ് ഞാൻ വണ്ടി നിർത്തിയേക്കുന്നത്. അപ്പൊ ബാക്കിൽ നിന്ന് ഒരുപാട് വണ്ടികൾ വന്നിട്ട് ഹോൺ അടിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര പാനിക്കായി, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. പെട്ടെന്ന് ഞാൻ കയറ്റത്ത് വെച്ച് വണ്ടി എടുക്കുന്ന സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ വണ്ടിയുടെ ഓണടി കാരണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഹസ്ബൻഡ് ലെഫ്റ്റ് സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പം പെട്ടെന്ന് ഹാൻഡ് ബ്രേക്ക് ഇടുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഹാൻഡ് ബ്രേക്ക് ഓക്കെ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ആയില്ലായിരുന്നു. പെട്ടെന്ന് ഞാനിങ്ങനെ മിററിൽ കൂടെ നോക്കുന്ന സമയത്ത് വണ്ടികൾ ഒരുപാട്, ബസ്, കാറെല്ലാം ഇങ്ങനെ പുറകിലുണ്ട്. ഭയങ്കര ഹോണടി കേൾക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ക്ലച്ച് പതിയെ എടുത്ത് ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് എന്റെ വണ്ടി ബാക്കിലോട്ട് പോവാ, താഴത്തേക്ക് ഇറക്കുവാണല്ലോ. ഭയങ്കര സ്പീഡിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ മുമ്പേ ഉണ്ടായിരുന്നേക്കാൾ ശക്തിക്കാണ് വണ്ടികളുടെ ഹോണടി നടക്കുന്നത്. അപ്പൊ എനിക്ക് എന്ത് സംഭവിക്കുന്നൊന്നും അറിയാൻ വയ്യ. കുറെ വണ്ടികളൊക്കെ വെട്ടിച്ചു പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ വണ്ടിക്കകത്തിരുന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഉടനെ ഞാൻ വിചാരിച്ചു എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഉടനെ വന്ന് ബാക്കിൽ ഒരു വണ്ടിയിൽ ചെന്ന് ഭയങ്കര സൗണ്ടിൽ ചെന്ന് ഇടിച്ചാണ് ആ വണ്ടി നിന്നത്. ഭയങ്കര ശക്തിക്ക് ഇടിച്ചതുകൊണ്ട് ആ സൗണ്ട് മാത്രം കേട്ടു. അപ്പോഴേ വണ്ടി സ്റ്റോപ്പായി. എനിക്കൊരു സമാധാനമായി. കാരണം നമുക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും ബാക്കിലുള്ളവർക്ക് എന്ത് പറ്റി എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് അപ്പോഴുണ്ടായി. ഞാൻ പെട്ടെന്ന് വിറയ്ക്കാൻ തുടങ്ങി. അപ്പൊ ടൗൺ ആയതുകൊണ്ട് തന്നെ ആളുകളെല്ലാം ഓടി അടുത്ത് വന്നു. ഭയങ്കര സൗണ്ടുമായിരുന്നു. അപ്പൊ എല്ലാവരും കൂടെ വന്ന് ദേഷ്യപ്പെട്ടാ വരുന്നത്. വന്നപ്പോഴേക്കും ഞാൻ ആകെ നിന്ന് വിറച്ചു. പക്ഷെ എന്നെ കണ്ടപ്പോഴേക്കും എല്ലാവരും വന്ന പോലെ ശാന്തരായി പോയി. അപ്പൊ ഒരു പെണ്ണാണല്ലോ ഓടിക്കുന്നതെന്ന് ഓർത്തിട്ടായിരിക്കും അവർക്ക് പെട്ടെന്ന് ഇതായി. അപ്പൊ എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, എന്നാ പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇടത്തില്ലായിരുന്നു. പക്ഷെ ആ ഒരു വെപ്രാളത്തിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് വീണിട്ടില്ലായിരുന്നു. പക്ഷെ ആ വണ്ടി വന്ന് ഇടിച്ച് നിന്നത് കൊണ്ട് ഞങ്ങൾ ആ താഴെ കുഴി പോയില്ല. അല്ലെങ്കിൽ ഒരു കുഴി ഉണ്ടായിരുന്നു, അവിടെ പോയേനെയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആ ഡ്രൈവർ ആയാലും വണ്ടിയിലെ ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് പുള്ളി ഒരുപാട് വെട്ടിക്കാൻ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല എന്ന് പറഞ്ഞു. വന്നിട്ട് ഒന്നും പറഞ്ഞില്ല. ആള് നല്ലൊരു മനുഷ്യനായിരുന്നു. അയാൾ ഒന്നും പറയാതെ വന്ന് നമ്മളെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നിന്ന് കരയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഞാൻ കരയുക, വിറയ്ക്കുന്നു, സംസാരിക്കാൻ പറ്റുന്നില്ല. അവരോട് സോറി പറയുന്നു. അപ്പൊ അവര് പറഞ്ഞു സാരമില്ല. അപ്പൊ അവിടെ കുറെ ഓട്ടോ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞു പിന്നെ ഇനി വിഷമിക്കേണ്ട ആവശ്യം എന്താ, കരയേണ്ട ആവശ്യം എന്താ, നമ്മൾ വണ്ടിയും കൊണ്ട് റോഡിൽ ഇറങ്ങിയ നമുക്ക് ഇതൊക്കെ സംഭവിക്കുന്നു നമ്മൾ വിചാരിച്ചോണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഡ്രൈവർമാരാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും, നമ്മൾ മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നതല്ല. അപ്പൊ നമ്മളത് എന്ത് വന്നാലും നമ്മളത് കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കണം. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചേട്ടൻ എനിക്ക് തോന്നുന്നു നമുക്ക് 16,000 രൂപയുടെ വണ്ടിക്ക് പണി വന്നു. അപ്പൊ ആ ചേട്ടന് ഏകദേശം അത്രയും വന്നിട്ടുണ്ട്. നല്ല ഡാമേജ് ആയിരുന്നു ചേട്ടന്റെ വണ്ടി. പക്ഷെ ആ ചേട്ടൻ പറഞ്ഞു ഒരു 1,500 തന്നാൽ മതി, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു. നമ്മളെ ഒന്നും ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ അന്നേരം നമുക്കൊരു സമാധാനം ആവുകയും ചെയ്തു. എന്നാലും ആ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്ന ആ വണ്ടിയിൽ വീട്ടിൽ നിന്ന് കയറിയപ്പോൾ ഉണ്ടായിരുന്ന കോൺഫിഡൻസ് എല്ലാം മൊത്തം പോയി. കാരണം പിന്നെ വിറയ്ക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ ഹസ്ബൻഡിന്റെ നേരെ ഇങ്ങനെ തൊഴുതിട്ട് പറഞ്ഞു, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ഇപ്പറേ ഇരുന്നോളാന്ന് പറഞ്ഞു കഴിഞ്ഞ് മറ്റേവരെല്ലാം പോയി. ഞാൻ ഇപ്പുറത്തെ, അപ്പൊ നമ്മളൊരു ടൗൺ ആയതുകൊണ്ട് തന്നെ ക്രൗഡാണ്, ഒരുപാട് പേരങ്ങ് കൂടുകയും ചെയ്തു. അതൊക്കെ കണ്ടിട്ട് നമ്മളെ തന്നെയല്ല എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അന്നേരം തന്നെ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു. ഞാൻ തൊഴുതിട്ട് പറഞ്ഞു ഞാൻ ഇനി ഒരിക്കലും വണ്ടി കയറുകയെന്ന് പറഞ്ഞ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ കയറി. അപ്പോഴേ ഹസ്ബൻഡ് അപ്പുറേ കയറി ഡ്രൈവിങ് ചെയ്തിട്ടൊരു എനിക്ക് തോന്നുന്നു ഒരു 10 മീറ്റർ അപ്പുറത്തോട്ട് ചെന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു വണ്ടി ഓടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇനി എവിടെയെങ്കിലും ചെന്നിടിച്ചാൽ ഇപ്പൊ തന്നെ നല്ല ആള് നല്ല മനുഷ്യനായിട്ട് അത്രയും രൂപയെ ചോദിച്ചോളൂ, ഇനി നമ്മുടെ എത്ര രൂപയാകും, കാരണം നമ്മുടെ നന്നായിട്ട് ഡാമേജ് ആയിരുന്നു. അപ്പം പറയും നമ്മുടെ ഇനി എത്ര രൂപയാവും, അപ്പം അത് ബുദ്ധിമുട്ടല്ലേ, ഞാൻ ഇനി കേറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നീ ധൈര്യമായിട്ട് കയറ്,
നമുക്ക് ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് പിന്നെ കൊണ്ടുപോയി പിന്നെ ഷോറൂമിലാക്കാൻ വേണ്ടി. അതുകൊണ്ട് ധൈര്യമായിട്ട് കയറിക്കോളാൻ എന്നോട് പറഞ്ഞു. പക്ഷെ എന്നാ അപ്പൊ എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് അന്നേരം അങ്ങ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ സൈഡ് ഒതുക്കെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ചേട്ടൻ സൈഡ് ഒതുക്കി. ഞാൻ വണ്ടിയിൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടി ഓടിച്ചു. പക്ഷെ അന്നേരം നടന്ന ഇൻസിഡന്റ് ഒന്നും എന്റെ മനസ്സിൽ അന്നേരം ഉണ്ടായില്ല. നല്ല കൂളായിട്ട് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി. തിരിച്ചു വന്നപ്പം നൈറ്റ് ആയിരുന്നു. അന്നേരം ഞാൻ വണ്ടി ഓടിച്ചു, നൈറ്റിലും വണ്ടി ഓടിച്ചു. അപ്പൊ എനിക്ക് ഇപ്പൊ ഒരു ഭയവും ഇല്ല. അപ്പൊ എന്താ ആത്മവിശ്വാസം ഭയങ്കരമായിട്ട് വന്നു. ആ ഇൻസിഡന്റിനെ കവർ ചെയ്യാൻ എനിക്ക് പറ്റി. അത് അങ്ങനെ വന്നെങ്കിൽ പോലും എനിക്ക് ഇൻസിഡന്റ്, കാരണം അത് ഒരു ചെറിയ ഇൻസിഡന്റ് ആണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. നമുക്ക് ആളുകൾക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഒരുപാട് ഭയന്നു. ഇനി അതിനെ ഒരു പേടിക്കുന്ന ഓവറായിട്ട് ഭയക്കുന്ന ഒരാളാണെങ്കിൽ അത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും. കാരണം ഒരു ലേഡി അല്ലേ, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു ഇത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷെ ഞാൻ അതിനെ കവർ ചെയ്തു. അപ്പൊ എനിക്ക് ഏതുവഴി വേണമെങ്കിലും വണ്ടി കൊണ്ടുപോകാനായിട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതൊരു കോൺഫിഡൻസ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അനുഭവത്തിൽ തന്നെ ഉള്ളത്, എന്റെ അമ്മയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 59 വയസ്സായി. ഇപ്പോൾ 59 വയസ്സായി. അപ്പൊ എന്റെ അമ്മ ചെറുപ്പത്തിലെ എന്റെ അമ്മയുടെ അമ്മയൊക്കെ അമ്മ മരിച്ചു പോയതാണ്. അപ്പൊ എന്റെ അമ്മേനെ നോക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. അപ്പം കുറച്ചു കാലം കഴിഞ്ഞപ്പം വല്യമ്മ നോക്കാൻ തുടങ്ങി. പിന്നെ അച്ഛൻ വേറെ വിവാഹം കഴിച്ചു. അപ്പൊ അമ്മേനെ നോക്കാൻ ആരുമില്ല. പക്ഷെ അമ്മ പഠിക്കാൻ മിടുക്കിയായിരുന്നു. അപ്പൊ എന്റെ അമ്മയുടെയൊക്കെ അച്ഛന്റെയൊക്കെ പേര്, അമ്മയുടെയും അമ്മയുടെ സഹോദരങ്ങളുടെ ഒക്കെ പേരിനൊരു പ്രത്യേകതയുണ്ട്. ഈ ആൺപിള്ളേരുടെ പേരെല്ലാം പെൺപിള്ളേർക്കും, പെൺപിള്ളേരുടെ പേരെല്ലാം ആൺപിള്ളേർക്കുവാ. അപ്പൊ അമ്മയുടെ പേരെന്ന് പറയുമ്പോൾ സുനിൽജി എന്നാണ് പേര്. സുനിൽജി എന്ന്. അമ്മയുടെ ചേട്ടത്തിയുടെയാണ് ലാൽജി. ആൺപിള്ളേർക്ക് ബിന്ദു ലൗലി എന്നും പേരിട്ടു. അപ്പൊ ഇവർക്ക് പേരുകൾ തമ്മിൽ ഇത്രയും വർഷങ്ങൾക്ക് മുന്നിലല്ലേ. അപ്പം ആൺപിള്ളേര് ഈ സുനിൽജി എന്ന് പറയുന്ന ആൺപിള്ളേർ തന്നെ വേറെ ക്ലാസ്സിലുണ്ട്. ഈ പെൺകുട്ടി അല്ലാതെ തന്നെ ആൺപിള്ളേരും ഉണ്ട്. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ ഈ 10ാം ക്ലാസ്സിലൊക്കെ ഈ പേപ്പറൊക്കെ മാറുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പേരുകൾ തമ്മിൽ മാറുമ്പോ ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ ആയിട്ടുള്ള ഇത് പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ പേര് മാറുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ 10ാം ക്ലാസ്സിലായപ്പോ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അപ്പൊ ടീച്ചേഴ്സിനൊക്കെ നല്ലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയുടെ റിസൾട്ട് വന്നപ്പോ അമ്മ തോറ്റുപോയി. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ അമ്മേനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത്. ഒരു മനുഷ്യനും ഇല്ലായിരുന്നു. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അമ്മമാരുടെ വീട്ടിലും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒരു സപ്പോർട്ടിന് ആരും ഇല്ലാത്തതുകൊണ്ട് പേപ്പർ എടുക്കാനോ ഒന്നും ആരും സഹായിച്ചോ ഒന്നുമില്ല. അപ്പൊ പിന്നെ വീണ്ടും ഒന്നും കൂടി എഴുതാന്നും പറഞ്ഞ് എല്ലാം ശരിയാക്കി കൊടുത്തപ്പോ അമ്മയ്ക്ക് ഈ ചിക്കൻ ബോക്സ് വന്നു. അപ്പൊ ആ സമയത്ത് അമ്മയ്ക്ക് എഴുതാനും പറ്റിയില്ല. ഒരു 17 വയസ്സ് കഴിഞ്ഞപ്പോ അമ്മേനെ വിവാഹം ചെയ്ത് അയച്ചു. വലിയൊരു കുടുംബത്തിലോട്ട് അയച്ചു. അതോടെ അമ്മയുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും എല്ലാം പോയി. പിന്നെ അമ്മയ്ക്ക് ഒന്നും ഇല്ലാണ്ടായി. പിന്നെ മക്കളെ വളർത്തി. മക്കൾ 3 പേര്, 23 വയസ്സിൽ 3 മക്കളുമായി. അമ്മയ്ക്ക് വേറെ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ഞങ്ങളെ വളർത്തി. അച്ഛനും അമ്മയും കൂടെ ഞങ്ങളെ വളർത്തി. അമ്മയ്ക്ക് തയ്യൽ അറിയായിരുന്നു. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങളെ വളർത്തി വലുതാക്കി. ഞങ്ങളെയൊക്കെ ഒരു പരുവത്തിലെത്തിച്ച് മക്കളെല്ലാം ഗവൺമെന്റ് ജോലിയൊക്കെ എത്തി. അമ്മയ്ക്ക് 58 വയസ്സ് കഴിഞ്ഞപ്പോ അമ്മയ്ക്കൊരാഗ്രഹം, എനിക്ക് 10ാം ക്ലാസ് എഴുതി പാസ്സാവണമെന്നൊരാഗ്രഹം വന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം എൻ്റെ അമ്മ 10ാം ക്ലാസ് പാസ്സായി. എ പ്ലസും എയും ബിയും ആയിട്ട് അമ്മ 10ാം ക്ലാസ് 59ാമത്തെ വയസ്സിൽ അമ്മ പാസ്സായി. അപ്പം അത് എന്ന് പറയുന്നത് അമ്മയ്ക്ക് ആ ആത്മവിശ്വാസം കൈവിടാഞ്ഞത് കൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് ആ 59 വയസ്സിലും അമ്മയ്ക്ക് ആ 10ാം ക്ലാസ് പാസ്സാവാൻ പറ്റിയത്. അപ്പോഴെപ്പോഴും എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറയും, കണ്ടോ 59 വയസ്സുള്ള അമ്മയ്ക്ക് പറ്റുമെങ്കിൽ പിന്നെ ഇങ്ങനെ പെരയ്ക്കൊക്കെ തിരുന്നുകൂടാ. നമ്മളും പുറംലോകമായിട്ട് നമുക്ക് ബന്ധം വേണം. നമ്മൾ ഈ അടുക്കളയിലാണെങ്കിൽ നമുക്ക് അടുക്കള ഇഷ്ടമാണ്, നമ്മുടെ വീട് ഇഷ്ടമാണ്, നമുക്ക് ഇപ്പൊ പശുവിനെയോ ആടിനെയോ പട്ടിയോ കോഴിയൊക്കെ വളർത്താം, നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ എങ്കിലും നമ്മള് ഒരു പുറം ലോകമായിട്ട് നമുക്ക് എപ്പോഴും ഒരു ബന്ധം വേണം. നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ അടുത്തുള്ള ചേച്ചിമാരുടെ വർത്താനം പറഞ്ഞ ആ ഒരു ലോകത്തിലോട്ട് നമ്മൾ കിടക്കും. അതല്ല, അതോടൊപ്പം തന്നെ നമുക്കും പുറം ലോകമായിട്ട് ഒരു ബന്ധം വേണം. എല്ലാവരുമായിട്ട് ഒരു ബന്ധം വേണം. അങ്ങനെയുണ്ട് നമുക്കൊരു ജോലി വേണം. അപ്പൊ ഒരു ആത്മവിശ്വാസം കൈവിടാതെ തന്നെ മുന്നോട്ട് പോകണം. അതെല്ലാവർക്കും കഴിയും. നമുക്കിവിടെ ആത്മവിശ്വാസം ഉള്ളവർ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും കഴിയും. ആത്മവിശ്വാസം ഇല്ലായിരുന്നു നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്നേനെയായിരുന്നു. ആത്മവിശ്വാസം ഉറപ്പായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ വന്നേക്കുന്നത്. എല്ലാവർക്കും ഉണ്ട് കോൺഫിഡൻസ്. ആ കോൺഫിഡൻസോട് കൂടി തന്നെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും ലക്ഷ്യത്തിലെത്താൻ പറ്റും. എൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എല്ലാവർക്കും കഴിയും. അതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ ജിഷ, നമ്മള് ഇപ്പൊ എനിക്കത് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മള് എപ്പോ പറയില്ലേ, നിങ്ങൾ കൂട്ട് കൂട്ട് നല്ലതാണെങ്കിൽ ഈ രക്ഷപ്പെടുന്നൊക്കെ പറയുന്നത് കൂട്ട് ശരിയല്ലാന്ന് പറയില്ലേ. അതേപോലെയാണ് കേട്ടോ, നമ്മൾ പുറത്തിറങ്ങുമ്പോ നമുക്ക് കിട്ടുന്ന ഓരോ ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യും അല്ലെ. പുറത്തോട്ട് ഇറങ്ങിയാല് അടുക്കളയിലാണെങ്കിൽ വീട്ടിൽ തന്നെയാണെങ്കിൽ അപ്പുറത്ത് ചേച്ചി ഇപ്പുറത്ത് ചേച്ചിക്ക് വന്നിട്ട് സംസാരിക്കാം.
അവര് സംസാരിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത് അല്ലെ. പക്ഷെ നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിലോ ഒരുപാട് പേര് നമ്മൾ വന്ന് സംസാരിക്കുന്നു, നമ്മൾ ഇംഗ്ലീഷിൽ കുറെ എക്സ്പീരിയൻസ് കാണുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് പറയുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും അല്ലെ. അതായത് ഓരോ ആൾക്കാരും നമ്മുടെ ലൈഫിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാരും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ആദ്യം മനസ്സിലാക്കുക. അതിൽ നിന്നാണ് നമ്മൾ ഓരോന്നും പഠിക്കുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം പുറത്തിറങ്ങുക. ഓക്കെ, ഈ കോഴ്സ് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് സമ്മതിച്ചത്. പക്ഷെ കോഴ്സ് പഠിച്ചിട്ട് നിങ്ങൾ എന്തായാലും പുറത്തോട്ട് ഇറങ്ങണം അല്ലെ. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ചില ആൾക്കാർ പറയും എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതെന്താണ്? സംസാരിച്ചാലും പറ്റും, എന്തും നമ്മളത് ചെയ്യണം അല്ലെ. ആ ചെയ്യാനുള്ള ധൈര്യവും മനസ്സും നിങ്ങൾക്ക് വേണം. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ്സ് ഉണ്ടാകൂ, കുറച്ചെങ്കിലും സന്തോഷം കിട്ടൂ. ഓക്കെ, അതാണ് ഓരോരുത്തർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പ്രസിദ്ധ പറയുന്നത് സംസാരിച്ച് ഒരുപാട് ഇഷ്ടമായി എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇറങ്ങണം അല്ലെ, പുറത്തോട്ട് ഇറങ്ങണം. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തോട്ട് വന്നാൽ മാത്രമേ നമുക്കും ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടാകൂ. ഒരുപാട് ആൾക്കാരെ സംസാരിക്കുന്നത് കേട്ടില്ലേ നിങ്ങൾ പ്രസംഗത്തിലൊക്കെ? അവര് സംസാരിക്കുന്നത് അവരുടെ എക്സ്പീരിയൻസ് ആണ്, ശരിയല്ലേ? അല്ലാതെ അവര് വെറുതെ കഥ പറയുന്നതാണോ? അല്ല, അവരെ മുന്നിൽ കണ്ട കാര്യങ്ങളും അവർ അറിഞ്ഞ കാര്യങ്ങളൊക്കെ അവർ പറയുന്നതാണ്. അങ്ങനെ നമുക്കും പറയാൻ പറ്റും, കാരണം നമുക്കും അത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ദൃശ്യ പറയൂ. ദൃശ്യ മാം, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അതേ തന്നെയാണ്. The confidence is not something that our output, it is the feeling coming from us. We do not think that wordly, I am confident, and this is not based our background, cash, our dressing style, any things, etc. I'm thinking only our mind is stocked with others' boldness and resist any crisis. That is our confidence. ഓക്കെ, ദൃശ്യ മിസ്റ്റേക്സ് ഞാൻ കറക്റ്റ് ചെയ്തില്ല, തരില്ല കേട്ടോ. അത് മനസ്സിലാവും. ദൃശ്യൊക്കെ എല്ലാം പഠിച്ചു കഴിയും, ദൃശ്യ തന്നെ കറക്റ്റ് ചെയ്യും. ഓക്കെ, ശിശു വെക്കുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ നോട്ട്സും നമ്മൾ എടുത്തു വെക്കുക, ഓരോ ക്ലാസ്സും. അതെ, ഇപ്പൊ സംസാരിക്കുന്ന നിങ്ങളായിരിക്കില്ല കോഴ്സ് ഒരു പകുതിയൊക്കെ എത്തുമ്പോൾ നിങ്ങൾ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം നമ്മൾക്ക് ഈ മോണ്ടിസോറി കോഴ്സ് എന്ന് പറയുമ്പോൾ ഇത്രയും സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ട് അല്ലെ. എല്ലാവരും ആ ഒരു സെയിം വൈബ് ആണെങ്കിൽ ക്ലാസ് ഭയങ്കര രസമായിരിക്കും. നിങ്ങൾ വിചാരിക്കാത്ത അത്രയും ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ബിഹേവിയറിലും എല്ലാം ക്യാരക്ടറിലാണെങ്കിലും ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എല്ലാവരും ഓരോ സ്റ്റുഡൻസും നിങ്ങളെ കുറെയൊക്കെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. അവര് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് എന്തുകൊണ്ട് പറ്റില്ല എന്നൊക്കെ ചോദ്യം നിങ്ങൾക്ക് തന്നെ സ്വയം ചോദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ എന്താണ് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ കുറ്റങ്ങളാണെങ്കിൽ കുറവുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ അറിയാൻ പറ്റുന്നുണ്ട്. അതൊക്കെ മാറ്റണമെന്ന ആഗ്രഹം കൂടി തോന്നുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കോൺഫിഡൻസിന് കുറവാണെങ്കിൽ അതും എല്ലാവർക്കും കൊണ്ടിട്ട് കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം ഇല്ലാത്തവരൊന്നും അല്ല നിങ്ങൾ. ഓക്കെ, സോ ഇനി എന്താണ് ഞാൻ ആർക്കെങ്കിലും പറയാനുണ്ടോ? പറയൂ കേട്ടോ. അപ്പൊ ഇതിന് കാര്യമുണ്ട്, നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ ചാൻസസ് വരണമെന്നില്ല, അതാദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഇന്നൊരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്തെങ്കിൽ നാളെ നിങ്ങൾ അതിനോർത്ത് റിഗ്രറ്റ് ചെയ്യും, ഷുവർ ആണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഞാനിപ്പോ ഈ പറഞ്ഞ ഡയലോഗ് മനസ്സിലാകും. ഓക്കെ, അതുകൊണ്ട് കിട്ടുന്ന ചാൻസ്, നമ്മുടെ മുന്നിൽ കാണുന്ന ചാൻസുകളെല്ലാം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കുക. നാളെ അത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നവർ മാക്സിമം സംസാരിക്കൂ എന്നാണെങ്കിലും പറയാം. ക്ലാസ്സിൽ കംഫർട്ടബിൾ ആണ്, ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ക്ലാസ് കിട്ടില്ല അല്ലെ. എല്ലാവരും ഒരേപോലെയാണ്. സോ സംസാരിക്കൂ. ആരെങ്കിലും പറയുന്നുണ്ടോ? ഒരുപാട് സ്റ്റുഡൻസിന്റെ ക്ലാസ്സിൽ, എന്നിട്ടും നിങ്ങൾ 5-6 പേര് മാത്രമാണ് സംസാരിക്കുന്നത്, ബാക്കി ആരെന്താ ഉണ്ടാക്കിയെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, ആരെങ്കിലും പറയുന്നുണ്ടോ? മാം, എൻ്റെ ചെറിയൊരു പണ്ടത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു മാം. പ്രസീതയാണ്. ഞാൻ PG കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ ഡിഗ്രി വരെ എൻ്റെ വീടിനടുത്തുള്ള സ്കൂളും കോളേജുകളും മാത്രമാണ് പോയിരുന്നത്.
അതുവരെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതിലായിരുന്നു. PGക്ക് ഞാൻ പാലക്കാടുള്ള ഒരാൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എക്സാമുകളും കാര്യങ്ങളൊക്കെ എഴുതി. അച്ഛൻ നല്ല സപ്പോർട്ടീവാണ്. ചെറുപ്പത്തിൽ എന്നും എന്നെ കുട്ടികൾ കളിയാക്കും. അച്ഛന്റെ കൈ പിടിച്ചാണ് എന്നും വരിക എന്നുള്ള ഒരു കളിയാക്കം മീൻസ് അച്ഛൻ അത്രയും കെയറിങ്ങും വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നു എൻ്റെ. അപ്പോൾ പെട്ടെന്ന് വീട്ടുകാരെയൊക്കെ വിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഹോസ്റ്റലിൽ വേറെ ഭയങ്കര വളരെ വ്യത്യാസമുള്ളൊരു ഗ്യാങ് ഉള്ള ഒരു ഫ്രണ്ട്സിന്റെ സർക്കിളിലാണ് പോയി പെട്ടത്. പലതരം സ്വഭാവങ്ങൾ, പലതരം ക്യാരക്ടർ. അപ്പൊ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് നല്ല കംഫർട്ടബിൾ ആയിട്ട് പഠിച്ചിട്ട് ഒരു ഹോസ്റ്റൽ എൻവയോൺമെന്റ് പോയി പെട്ടപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓരോരുത്തർ നല്ല ചിട്ടയില്ലാത്തൊരു പഠനവും ഒരു കുട്ടികൾ അങ്ങനെ ആയപ്പോൾ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറിയപ്പോൾ. അപ്പോൾ ഫസ്റ്റ് സെം എക്സാം ആയി. ഫസ്റ്റ് സെം കഴിഞ്ഞു. പിന്നെ അത് ഒരുവിധം എഴുതി. പക്ഷെ എനിക്ക് അത്ര എൻ്റെ ഒരു ലെവലിൽ എനിക്ക് എഴുതാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമായി. പിന്നെ സെക്കൻഡ് സെം ആയപ്പോഴേക്കും വീണ്ടും ഫ്രണ്ട്സിന്റെ ഇൻഫ്ലുവൻസും ആ ഒരു എൻ്റെ ഒരു ചിട്ട കറക്റ്റ് ആയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് കോൺഫിഡൻസ് ലെവൽ വളരെ താഴെ പോയി. എന്നിട്ട് അവസാനം എനിക്ക് വിഷമായിട്ട് പഠിച്ചതൊന്നും ശരിക്കും എനിക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ള കോൺഫിഡൻസ് തന്നെ പോയി. അപ്പൊ എന്നിട്ട് ഞാൻ രാവിലെ എക്സാമിന് അച്ഛനെ വിളിക്കുകയാണ്. ഞാൻ ഇന്ന് എക്സാമിന് പോണില്ല, ഞാൻ എഴുതണില്ല, എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ വിചാരിച്ച പോലെ എനിക്ക് എഴുതാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോവില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കരയാണ് വീട്ടിലേക്ക്. അപ്പൊ അച്ഛൻ പറഞ്ഞു, നീ പോയിക്കോ, പോയിട്ട് ഒന്നും എഴുതണ്ട, ജസ്റ്റ് റോൾ നമ്പർ മാത്രം ഇട്ടിട്ട് വന്നാ മതി, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ശരി അച്ഛൻ പറഞ്ഞതല്ലേന്ന് പറഞ്ഞിട്ട് പോയി എഴുതി. എക്സാം ഒരു കുഴപ്പമില്ലാതെ നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സായി. മീൻസ് ആ ഒരു ധൈര്യക്കുറവ് ഒരാളുടെ ഒരു വാക്കുകൊണ്ട് നമുക്കെല്ലാം ക്ലിയർ ആവണം അവിടെ. അപ്പൊ അതായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ ഒരുപാട് പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലേ. പിന്നെന്താണ്, ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഇപ്പോ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും അല്ലെ? ഇപ്പൊ നിലവിൽ നിങ്ങളുടെ ആഗ്രഹം എന്താന്ന് നോക്കിയാൽ ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ടീച്ചർ ആകണമെന്നാണോ? ആണോ? പഠിച്ച് അല്ല, ജോലി പഠിക്കണമെന്ന്, എന്തെങ്കിലും ഒരു ജോലി പഠിക്കണം എന്റെ ആഗ്രഹം. പക്ഷെ ചേട്ടനോട്ട് വിടുകയില്ല. എന്തെങ്കിലും ഒരു ജോലി മതിയോ? നല്ല ജോലി വേണം. എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട് എന്റെ പേരില്. പക്ഷെ ചേട്ടനെല്ലാം നോക്കി നടത്തണത്. ഓക്കെ, അപ്പൊ ജോലി വേണം, പിന്നെ ടീച്ചർ ആകണം എന്നൊക്കെയാണ് എല്ലാവർക്കും ആഗ്രഹം. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഹാർഡ് വർക്ക് ചെയ്തോ? നല്ലൊരു ടീച്ചർ ആകണമെങ്കിൽ അറിയാലോ എന്തൊക്കെയാണ്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അല്ലെ ഒരു ടീച്ചർ ഉണ്ടാകും. സ്കൂൾ കഴിഞ്ഞു, കോളേജ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ടീച്ചർ ഉണ്ട്. ഹൂസ് യുവർ ഫേവറേറ്റ് ടീച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചറുടെ ഫേസ് നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട് അല്ലെ? ആ ടീച്ചറുടെ സബ്ജക്റ്റും നിങ്ങളുടെ ചിലപ്പോൾ ഫേവറേറ്റ് സബ്ജക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. റൈറ്റ് ആണോ? റീസൺ എന്താണ്? റീസൺ എന്താണ്? പറയൂ. അതിനൊരു കാരണം ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ്? ബിഹേവിയർ. എന്തോ? Behavior. Yeah, behavior. Then Appearance. Character. Character. Okay. Then എന്താ? The output she has given on us means whatever she wanted to, imagination which we wanted like how we wanted, she expressed herself. Yeah. Okay. ഒരുപാട് ക്വാളിറ്റീസ് പറഞ്ഞു. ഇനി അത് ഇഷ്ടമുള്ള ടീച്ചർ, നേരെ ഓപ്പോസിറ്റ് ഒരു ടീച്ചർ കൂടെ ഉണ്ടാകാം. ഒട്ടും ഇഷ്ടമുള്ള ടീച്ചർ ഉണ്ടാവും. സബ്ജക്റ്റ് സെയിം സബ്ജക്റ്റ് ആയിരിക്കും. അതെന്താണ്? ഇഷ്ടമല്ലാന്ന് പറയാൻ കാരണം അതിനും റീസൺ ഉണ്ട്. എന്തൊക്കെയാണ്? Because of the approach. എന്തോ കേട്ടില്ല. നെഗറ്റീവ്നെസ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ
അതൊരു നമുക്ക് ഏത് കുട്ടിക്കായാലും അത് നെഗറ്റീവായിട്ടേ വരത്തുള്ളൂ. Means as per me, a teacher should always be positive and should be very much like pampering type, motivative. If the teacher is not having these kind of like abilities, then they or he or she is a negative teacher for me. Okay. Then our അതല്ല reason ജസ്റ്റ് പഠിപ്പിച്ചിട്ട് ഒരു അങ്ങ് മിനിറ്റ് പോകും. പാഷ്വാലിറ്റി കാണിക്കും. എന്നിട്ട് അങ്ങ് കുറച്ച് പോകും. കുട്ടികളോട് ഒരു സ്വഭാവം, വേറെ കുട്ടികളോട് വേറെ സ്വഭാവം. പാഷ്വാലിറ്റി കാണിക്കും ആരും. അപ്പൊ ഒരു ഗുഡ് ടീച്ചർ, ബാഡ് ടീച്ചറുടെ ക്വാളിറ്റീസ് എല്ലാം നിങ്ങൾക്ക് അറിയാം അല്ലെ? എല്ലാം അറിയാം. അപ്പൊ ഇനി നിങ്ങൾ ആലോചിക്കൂ, നിങ്ങൾ എങ്ങനെ ഒരു ടീച്ചർ ആകണം അല്ലെ? എന്നാലും ബാഡ് ടീച്ചർ ആ ക്വാളിറ്റീസ് ഒന്നും എനിക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ? ശരിയല്ലേ? എന്തൊക്കെയാ ടീച്ചർ ചെയ്തു അതൊന്നും ഞാൻ ടീച്ചർ ആയിട്ട് എങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ശരിയല്ലേ? അപ്പൊ അതേപോലെ ആകാൻ ശ്രമിക്കുക. എല്ലാ സ്റ്റുഡൻസിനും ഒരു റോൾ മോഡൽ ആകണം. റോൾ മോഡൽ എന്ന് പറയാനില്ല, ഫേവറേറ്റ് ആകാം. ഓക്കെ, ടീച്ചർ വരുമ്പോ പേടി പാടില്ല. ക്ലാസ്സിൽ ചില ടീച്ചേഴ്സ് ഒരു പേടി ഉണ്ടാവും അല്ലെ? ടീച്ചർ ഒരു പേടി പാടില്ല. അവരുടെ ടീച്ചർ എടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മള് ഒരുപാട് കമ്പയർ അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ല. അല്ല, ടീച്ചർ എടുക്കുന്ന സബ്ജക്ട് സ്റ്റുഡൻസ് പോലും അറിയാതെ പഠിക്കണം. ശരിയല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ആവാൻ ശ്രമിക്കുക. എങ്ങനെയൊക്കെ ആവണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്? അതിലും നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആവശ്യമാണ് അല്ലെ? ഫസ്റ്റ് ഒന്നും നമുക്ക് അതുപോലെ ആവാൻ പറ്റില്ല കേട്ടോ. എക്സ്പീരിയൻസ് വേണം. അതിലും നമ്മൾ കുറെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മള് അത് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിച്ചിട്ട് വേണം പിന്നീട് നമ്മൾ ക്ലാസ് എടുക്കുന്നത് അല്ലെ? എല്ലാം ഫേസ് ചെയ്യാൻ ഒരു മനസ്സ് നമുക്ക് വേണം. എന്തോ ഓക്കെ. പിന്നെ എക്സ്പെക്ടേഷൻ, ഒരുപാട് എക്സ്പെക്ടേഷന്റെ ആവശ്യമില്ല കേട്ടോ. ലൈഫിൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് നമുക്ക് സാഡ്നെസ് കൊണ്ടുവരുന്ന ഈ എക്സ്പെക്ടേഷൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുക, പക്ഷെ ഒരുപാട് പ്രതീക്ഷിക്കാൻ പാടില്ല. ഓക്കെ, നെഗറ്റീവ്സും വരും, അറിയാലോ. ഒരുപാട് നെഗറ്റീവ്സ് നമുക്ക് ഉണ്ടാകാം. അത് പറയുന്നത് ഉണ്ടാകാം, പറയുന്നവരുണ്ട് അല്ലെ? ക്ലാസ് എടുത്തു, സ്റ്റുഡൻസ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും നെഗറ്റീവ്സ് പറയും. അതില് അത് നെഗറ്റീവ്സ് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ഡൗൺ ആകാൻ പാടില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നെഗറ്റീവ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് വന്നാലാണ് നമുക്ക് നമ്മുടെ ലൈഫ് എവിടെയെങ്കിലൊക്കെ എത്തും. ഓക്കെ, അതുപോലെ തന്നെയാണ് ചുറ്റുള്ളവരും നല്ലത് പറയല്. ചുറ്റുള്ളവർ നല്ലത് പറയും, ഒരിക്കലും അവർ നല്ലത് പറയില്ല. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, അത് അതുകൊണ്ട് ഒന്നിനെ കുറിച്ച് ബോധേഡാകരുത്. ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് പോകുന്നു, അത്രയും ആ ഒരു പീരീഡിലാണ് നമ്മൾ ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിക്കുക. ഇന്ന് മുതല് ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിക്കുക. ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നല് നമ്മുടെ ലൈഫിൽ വന്നാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ. ഫസ്റ്റ് ഇത് മനസ്സിലാക്കാൻ കേട്ടോ. ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക് ആയിക്കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കണം. ആ ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം. അതിനർത്ഥം നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നല്ല. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യൂ. ഓക്കെ, ചെറിയൊരു കാര്യം പറയാം. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ ഒരു സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോകണം. ചിലപ്പോൾ നിങ്ങൾ മക്കളോട് പറഞ്ഞ ഓരോ സാധനം ചിലപ്പോൾ വാങ്ങിത്തരും അല്ലെ? പക്ഷെ നമ്മളതിനെ പോയി വാങ്ങാം. ഒറ്റയ്ക്കാണെന്ന് ചിന്തിച്ചു നോക്കി. ഒറ്റയ്ക്കാണ് എല്ലാ കാര്യവും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരു പരാതികളോ ഒന്നും ഉണ്ടാവില്ല. ശരിയല്ലേ? ഒന്നും ഉണ്ടാവില്ല. ഈഗോ, അങ്ങനെ കുറെ ഇമോഷൻസ് നമുക്കുണ്ട്. നമ്മളായിട്ട് കൊണ്ടുവന്ന സ്ഥലങ്ങളാണ്, അതൊക്കെ നമുക്ക് ഇല്ലാതാവും. പ്രതീക്ഷകളാണ്. അവൻ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, ചെയ്തില്ല. സോ അതുകൊണ്ട് അവരൊരു ബുദ്ധിമുട്ട് വന്നു അല്ലെ? അതുകൊണ്ട് ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കാകുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അതാണ് കോൺഫിഡൻസ്. മനസ്സിലായോ? അതിൽ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും. ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ഉണ്ട്. ഓക്കെ, സപ്പോർട്ടീവ് ആയ ഫാമിലീസ് ഉണ്ടാകാം, നേരെ ഓപ്പോസിറ്റ് ഉണ്ടാകും. അത് എല്ലാവരും ലൈഫിൽ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അവർക്ക് സപ്പോർട്ടീവ് ആയ ഒരു ഹസ്ബൻഡ് എനിക്കില്ല, അങ്ങനെ ഒരിക്കലും കാണാൻ പാടില്ല. ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് നമ്മളൊറ്റയ്ക്കല്ലേ അല്ലെ? നമ്മൾ പഠിക്കേണ്ടത് ഒറ്റക്കാണ്, നമ്മൾ ജോലിക്ക് പോകേണ്ടത് ഒറ്റക്കാണ്, ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണം നമ്മൾ ഒറ്റക്കാണ്.
അന്നേരത്തെ സപ്പോർട്ടീവ് ആയിട്ട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫേസ് ചെയ്ത് നമ്മളല്ലേ. അതുകൊണ്ട് ഒറ്റയ്ക്കാണ് ചിന്തിക്കും. അതിൽ നിന്ന് നമ്മളെല്ലാം പഠിക്കും. ഓക്കെ ഓക്കെ ആണ്. ഞാൻ ആരും സംസാരിച്ചല്ലോ? ആരായിരുന്നു? എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ. ഇപ്പോ ഇനിയിപ്പോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ? എനിക്ക് മിസ്റ്റേക്സ് ഒക്കെ വരാട്ടോ. ഞാനും അത്രയും പെർഫെക്റ്റ് ആയ ടീച്ചറും അല്ല, പെർഫെക്റ്റ് ആയ പേഴ്സണൽ പെർഫെക്റ്റ് അല്ല. സോ എനിക്കും എന്റെ സൈഡിൽ മിസ്റ്റേക്സ് വരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞതിൽ ഓക്കെ ആണ് എല്ലാവരും? ഓക്കെ ആണ്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആസ് എ ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്നെ കുറിച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഇതുവരെയുള്ള ക്ലാസ്സിൽ Interesting class. അറിയോ? എന്തെങ്കിലും പറയാനുണ്ടോ? Interesting class. മാം വളരെ ഓപ്പൺ ആണ്. മാം, എൻ്റെ പേര് സുബിന എന്നാണ്. ഞാൻ ആകെ ഓൺലൈനിൽ 2 ക്ലാസ്സിലാണ് കയറിയിട്ടുള്ളത്. മാമിൻ്റെ ക്ലാസ്സിലും വേറൊരു ക്ലാസ്സിലുമാണ് കയറിയിട്ടുള്ളത്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ടത് മാമിൻ്റെയാണ്. കാരണം എനിക്ക് ഇംഗ്ലീഷിൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ല. ഞാനൊരു 7-8 വർഷം കൊണ്ട് എൻ്റെ സബ്ജക്റ്റ് മലയാളമാണ്. ഞാൻ അതിൽ PG ആണ് ചെയ്തിരിക്കുന്നത്. MA B.Ed ആണ്. 7-8 വർഷം കൊണ്ട് ഞാൻ മലയാളം ടീച്ചറായിട്ട് നിൽക്കുവാണ്. ഇപ്പോൾ ഒരു വർഷം കൊണ്ട് പോണില്ല. പക്ഷെ എനിക്ക് ലാസ്റ്റ് ഇയറിൽ ഒരു സ്കൂളിൽ കയറിയിട്ട് എനിക്ക് നെഗറ്റീവ് മാത്രമേ അവിടെ നിന്ന് കിട്ടിയുള്ളൂ. എൻ്റെ കോൺഫിഡൻസ് ലെവലെല്ലാം പോയി. ഇപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. ഇപ്പോൾ തന്നെ ആ ഒരു എൻ്റെ ഒരു ഹെഡായിട്ടുള്ള ആ ഒരു ടീച്ചറിനോടുള്ള ഒരു റിവഞ്ച് പോലെയാണ് ഞാനിത് ചെയ്യണം, എന്താണ് ഇതിൽ ഇത്രയും കാര്യങ്ങളെന്ന് എനിക്ക് മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ കോഴ്സിൽ ചേർന്നത്. പിന്നീട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു പ്രൈവറ്റ് സെക്ടറിൽ ജോലിക്ക് കയറുമ്പോൾ നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റതായിരുന്നു. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. അത് നമ്മുടെ ഹെഡായിക്കോട്ടെ, നമ്മുടെ സബോർഡിനേറ്റ് ആയിക്കോട്ടെ, ആരുടെ കൂടെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. എനിക്ക് കോൺഫിഡൻസ് ഇല്ല മാം, ഒട്ടും കോൺഫിഡൻസ് ഇല്ല. ഇപ്പം എനിക്കിപ്പം ഞാൻ വെറുതെ വീട്ടിൽ ഇരിക്കുക, എനിക്ക് ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, നല്ല ആക്റ്റീവായിരുന്നു. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയും നീ എന്തിങ്ങനെ, കാരണം വല്ലപ്പോഴും കൂടിയാണ് ഞാനൊരു സ്റ്റാറ്റസോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടുന്നത്. അപ്പോൾ ഇനി ഒരു ദിവസം കോൺഫിഡൻസ് ഉണ്ടാവാൻ അതിനുള്ള കുറച്ച് എങ്ങനെ നമുക്ക് വീണ്ടും പഴയതുപോലെ കോൺഫിഡൻ്റ് ആവാം, അതിനും കൂടെ ഒരു ക്ലാസ് കിട്ടിയിരുന്നാൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും. ഞാൻ പഠിച്ച ഒരു പാഠം, എൻ്റെ 8 വർഷത്തെ സർവീസിനിടയിൽ ഞാൻ പഠിച്ച പാഠമാണ്, ഒരിക്കലും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. നമുക്ക് പണി തരാനായിട്ടാണ് ആൾക്കാരിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനോട്, നിങ്ങളോട് എല്ലാവരും പറയുന്ന കാര്യം, ഒറ്റ മനുഷ്യൻ, നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മൾ ഒറ്റയ്ക്ക് പോകണം, നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ വർക്ക് ചെയ്യണം, ഒറ്റയ്ക്ക് തിരിച്ചു വരണം. എന്തുണ്ടായാലും ഒറ്റയ്ക്ക് ചെയ്യണം. പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടറിൽ ജോലിക്ക് കയറുന്നവർ, CBSE ICSE കയറുന്നവർ അതേ ചെയ്യാവൂ. അതേ പറയാനുള്ളൂ. ലവ് യുവർ സെൽഫ്. ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളെ തന്നെ സ്നേഹിക്കണം, നമ്മളെ തന്നെ വിശ്വസിക്കണം. ഓക്കെ, അമിതമായിട്ട് ആരെയും നമ്മൾ സ്നേഹിക്കാൻ പാടില്ല. അത് വലിയൊരു പാടാണ് കേട്ടോ. ഒരിക്കലും വിശ്വസിക്കരുത്, ആരെയും വിശ്വസിക്കരുത്. എനിക്ക് പണി മാത്രമേ നമ്മൾ സ്നേഹിക്കാനും പാടില്ല കേട്ടോ. അമിതമായിട്ട് ആരെയും, അമിതമായിട്ട് അമൃതം വിഷമാണ്, സത്യമാണ്. അത് വിശ്വാസമാണെങ്കിലും സ്നേഹമാണെങ്കിലും. ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫ്, ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. നമ്മുടെ ലൈഫില് ഞാൻ പറഞ്ഞു എല്ലാവരും എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഇപ്പോ സുബിന് പറയാം റിവെഞ്ച് അല്ലെ, വാശി എന്ന് പറയുന്ന സാധനം നമ്മുടെ ലൈഫിൽ വേണം എന്ന് ഞാൻ പറയാം. കാരണം അങ്ങനെ ഒരാളെ നമ്മുടെ ലൈഫിൽ വരുമ്പോ എന്തെങ്കിലും അവിടെ നെഗറ്റീവ്സ് ആണല്ലോ, നെഗറ്റീവ് ആയ പേഴ്സൺ വന്നോ നമ്മൾ ഒരുപാട് കളിയാക്കി വിചാരിക്കും. കളിയാക്കല് ഇൻസൾട്ടിങ് അല്ലെ, ഇൻസൾട്ടിങ് ആണ്. ഇൻസൾട്ട് ചെയ്തു,
ഇൻസൾട്ട് ചെയ്യുമ്പോ നിങ്ങൾ ആദ്യം ഡൗൺ ആകും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം, ഡൗൺ ആകും. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വാശി വരും, അല്ലെ? എനിക്ക് അതിൽ ബെറ്റർ ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യും എന്നൊരു വാശി നിങ്ങളിൽ തന്നെ വരും. ആ വാശി വരുത്താൻ ഒരു കാരണമായ വ്യക്തിയാണ് അയാളെ നമുക്ക് വിശ്വസിക്കാം, അല്ലെ? അയാള് കാരണമായിരിക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ നേടുന്നത്, ശരിയല്ലേ? സോ അതുകൊണ്ട് ആരെയും ഏതൊരു വ്യക്തിയും നമ്മുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കുമെന്ന് ആലോചിക്കണമല്ലോ. എന്തെങ്കിലും കാരണം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ റീസൺ ആണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും നമ്മുടെ ലൈഫിൽ വരുന്നത്. അത് നമ്മളെ കുറച്ചൊരു ബോൾഡ് ആക്കാനാണെന്ന് മാത്രം ചിന്തിക്കും. ഓക്കെ, ഒരിക്കലും എന്ത് വന്നാലും ഡൗൺ ആകാൻ പാടില്ല. ഡൗൺ ആകും, മനുഷ്യന്മാരാണല്ലോ, ഡൗൺ ആകും. ഹോർമോൺ ചേഞ്ചസ് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ചിന്തകളൊക്കെ വരുമ്പോൾ ഡൗൺ ആകും. പക്ഷെ അറ്റ് ദ സെയിം പോയിന്റ് നമുക്ക് കുറച്ചെങ്കിലും നമ്മൾ ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ലൈഫ് തന്നെ മാറും. നല്ല രീതിയിൽ മാറ്റാൻ നമുക്ക് പറ്റും, നമ്മളെ കൊണ്ട് മാത്രമേ പറ്റൂ. അത് ആദ്യം ആലോചിക്കാം. ചുറ്റുള്ളവർ ഒരുപാട് പേര് സംസാരിക്കാനുണ്ടാകും, സപ്പോർട്ട് ചെയ്യാനുണ്ടാകും. പക്ഷെ എന്തൊക്കെ വന്നാലും എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മളെ കൊണ്ട് മാത്രമേ പറ്റൂ. ഇപ്പൊ എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ നിന്ന് സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾ വിചാരിക്കാതെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുമോ? ഒരിക്കലില്ല. ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ നിന്ന് പോകും. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ തന്നെ ഇതെല്ലാം ചിന്തിക്കണം. എന്നെക്കൊണ്ട് മാറണം, ഞാൻ മാറാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്, എനിക്ക് മാറ്റം വരണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം, ഞാൻ ഹാപ്പി ആയിട്ടുണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം. ആലോചിക്കൂ, ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ചെയ്യാൻ നോക്കാം. ഓക്കെ, സുബിന, കോൺഫിഡൻസ് വരാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. സുബിൻ ചിന്തിക്കൂ, ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കൂ. സന്തോഷം വേണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മളെ കൊണ്ട് എന്തൊക്കെ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എല്ലാവരും കോൺഫിഡന്റ് ആണ്. ഓക്കെ, നമ്മൾ ഈ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ കാണിക്കുന്ന ഒരു ധൈര്യം, അതൊന്നും തന്നെ അതും ഒരു കോൺഫിഡൻസ് ആണ്, അല്ലെ? കോൺഫിഡൻസ് ആണ് ശരിക്കും. അതൊക്കെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. എല്ലാവരുടെ ഉള്ളിലും ഓരോ കഴിവുകളുണ്ട്. അത് നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞ് നമ്മൾ ആദ്യം പുറത്തു കൊണ്ടുവരണമെന്ന് മാത്രം. അതിന് ചിലപ്പോൾ ഒരാളെ കൊണ്ട് പറ്റും, ഏത് സ്ട്രേഞ്ചർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരാളുടെ വാക്കുകൾ മതി, അല്ലേ, ലൈഫ് മാറാനായിട്ട്. സോ മാറാൻ നോക്കാം. നിങ്ങൾ തന്നെ അനലൈസ് ചെയ്തു. നിങ്ങൾ എന്തായിരുന്നു, ഇപ്പോ എന്താണ്, നാളെ എന്താകണം. ഈ ഒരു 3 ചോദ്യം സ്വയം ചോദിക്കും, ഉത്തരം കിട്ടും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കൊണ്ടും ഇതൊന്നും മറക്കാൻ പാടില്ല ഞാൻ പറയുന്നത്. ലൈഫിൽ എപ്പോഴും വേണം. എന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരാം. ഓക്കെ, ഒന്നും മറക്കാൻ പാടില്ല. ഇന്ന് കേട്ടതും നാളെ ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങളൊന്നും പഴയ പോലെ ആദ്യം കാര്യം മാറാം. നമ്മൾ ഈ കോഴ്സിൽ ചേർന്നിരിക്കുന്നത് നിങ്ങൾക്ക് മാറാൻ വേണ്ടിയാണ്, മാറ്റങ്ങൾക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. എല്ലാം കൊണ്ട് മാറണം. ക്യാരക്ടർ ആണെങ്കിലും എന്തെങ്കിലും മോശം സ്വഭാവങ്ങളാണെങ്കിലും എന്താണെങ്കിലും എന്തിന്റെ കുറവുകളാണെങ്കിലും അതെല്ലാം മാറ്റാൻ നോക്കുക. പുതിയൊരു ലൈഫിലേക്ക്, പുതിയൊരു ജോലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അതാണ് വേണ്ടത്. ഓക്കെ, എൻജോയ് ചെയ്യൂ കേട്ടോ. ഓരോ നിമിഷവും എൻജോയ് ചെയ്യുക, ഓരോ മൊമെന്റും അത്രയും വാല്യുബിൾ ആണ്. ഓരോ നിമിഷവും നാളെ കിട്ടില്ല. അതൊന്നും ഇന്നത്തെ ഈ ക്ലാസ് നാളെ കിട്ടോ? ലൈഫിലൊന്നും ഗ്യാരണ്ടി ഇല്ലെന്നേ ആലോചിക്കുന്നുണ്ട്. ഒരു ഗ്യാരണ്ടി ഇല്ല. നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? ഒരിക്കലില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും എൻജോയ് ചെയ്യാം. ആരെയും പറ്റിയും ആലോചിക്കണ്ട, നിങ്ങൾ നിങ്ങളെ പറ്റി ചിന്തിക്കും. ഓക്കെ, കുറെ നാള് കഴിയുമ്പോ നിങ്ങള് ഞാൻ എന്തിനു ജീവിച്ചു, ഇത്രയും നാളെ ഞാൻ ജീവിച്ചത് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നും ഉണ്ടാവില്ല. ഇത്രയും എല്ലാവർക്കും അറിയാലോ, നമുക്ക് എത്രയും ഏജ് ആകുമെന്ന് അറിയാലോ. ഇപ്പോഴെങ്കിലും ഈ റിയലൈസേഷൻ വന്നില്ലെങ്കിൽ ഇനി നമ്മള് എന്നാ ജീവിക്കണം. എനിക്കും ഇങ്ങനെയൊക്കെ തന്നെയാ. എനിക്കും കുറെ വൈകി ഇത്രയും ബുദ്ധിയും ബോധം വെക്കാനായിട്ട്. മനസ്സിലായോ? അതുകൊണ്ടാ പറയുന്നത്. എൻജോയ് ചെയ്യും ഓരോ കാര്യങ്ങളും. ചെറിയ ചെറിയ കാര്യമാണെങ്കിലും ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, അല്ലെ? ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കണം, ഒരു മിഠായി കഴിക്കണം, ചോക്ലേറ്റ് കഴിക്കണം. ആ കഴിക്കണം എന്ന ആഗ്രഹമുള്ള സമയത്ത് ആ ചോക്ലേറ്റ് കിട്ടുമ്പോഴാണ് അതിന് ഒരു വിലയുള്ളൂ, അല്ലെ? നാളെ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇത്രയേ ഉള്ളൂ. അത് കിട്ടുമ്പോഴുള്ള സന്തോഷം ആലോചിക്കുക. അതാണ് ചെറിയ സന്തോഷമാണെങ്കിൽ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു ഇതാണ്, ഭയങ്കര രസമല്ലേ അതൊക്കെ, അല്ലെ? ചിന്തിക്കൂ. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കാൻ ഞാനൊരു കാരണമാകട്ടെ. ഇത്രയേ ഉള്ളൂ. ഞാനൊരു കാരണമായെന്ന് മാത്രം.
ഇതെല്ലാം ഒരു നിമിത്താണ് മെയിൻ. നമ്മുടെ ലൈഫ് പ്ലാൻ ചെയ്യുന്ന പോലെയല്ല പോകുന്നത്, അതാദ്യം മനസ്സിലാക്കണം. ഓക്കെ, എൻജോയ് ചെയ്യൂ, എൻജോയ് ലൈഫ്, എവറി മൊമെന്റ് ഓർ ഈച്ച് മൊമെന്റ്. ഓക്കെ, സോ മിസ്സേ, എന്തോ ഞാനൊരു കാര്യം പറയട്ടെ. പറയൂ. ഇപ്പൊ സുബിന പറഞ്ഞില്ലേ, സുബിനയ്ക്ക് ഒട്ടും ആത്മവിശ്വാസം ഇല്ലാന്ന് പറഞ്ഞില്ലേ, ഒട്ടും ഇല്ലാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ ഇൻസിഡന്റ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു. പക്ഷെ ആത്മവിശ്വാസത്തിന്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടും ആ വ്യക്തിയുടെ എന്താ ഉള്ളിലേക്ക് കയറുന്നില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസിഡന്റ് അതുപോലെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് വീണ്ടും ഇപ്പൊ നമ്മൾ പറയുമ്പം അത് ഓക്കെ എന്ന് മനസ്സിലേക്ക് എടുക്കും. പക്ഷെ ഇച്ചിരി കഴിയുമ്പോൾ എല്ലാവരുമായിട്ട് ഒറ്റപ്പെട്ട് അങ്ങിരിക്കുമ്പോഴേക്കും ആ ഇൻസിഡന്റ് പിന്നെ മനസ്സിലോട്ട് കയറി വരും. അപ്പൊ വീണ്ടും ആത്മവിശ്വാസം അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്റെ സഹോദരൻ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് സുബിനയോട് ഞാൻ പറയാം. അത് സ്വാഭാവികമാണ്. നമ്മൾ ഈ മനസ്സിലോട്ട് ഇങ്ങനെ വരുമ്പം നമ്മളത് പെട്ടെന്നങ്ങ് പോന്നങ്ങ് പറയുക. കാരണം നമുക്ക് ഇൻസിഡന്റ് വരുമ്പോൾ അത് വീണ്ടും വീണ്ടും കുറെ നാളത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അപ്പൊ അത് പോന്ന് പറഞ്ഞ് നമ്മൾ വിടുക. പിന്നെ എന്റെ സഹോദരൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓള് പോയാൽ ഓൾഡ് ഉമ്മച്ചി എന്നാ പറയുന്നത്. ഓള് പോയാൽ ഓൾഡ് ഉമ്മച്ചി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ കൊച്ചെ ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അതിനൊരു ഇൻസിഡന്റ് ഉണ്ടായി. പക്ഷെ അതിനേക്കാൾ നല്ലൊരു സ്കൂളില്, അതിനേക്കാൾ നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു സ്കൂളില് അതിന് മുന്നോട്ട് ഇനി ഒത്തിരിയും കാലം കിടക്കുമല്ലേ, അപ്പൊ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. മുന്നോട്ട് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സ്കൂളിൽ കയറാൻ വേണ്ടി പറ്റും. അതിന് വേണമെങ്കിൽ അതിനേക്കാൾ നല്ല രീതിയിൽ അവിടെ ഹെഡായിട്ട് വേണമെങ്കിലും കയറാൻ വേണ്ടി പരിശ്രമിച്ചാൽ പറ്റും. അപ്പൊ അതുകൊണ്ട് ആ ഒരു മൈൻഡിനെ, കുറച്ച് ഇൻസിഡന്റ് വരും, പക്ഷെ അതിനെ അങ്ങോട്ട് മാറ്റി അങ്ങ് വിട്ടോളുക, പോന്ന് പറഞ്ഞോളുക. അപ്പോഴേ ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്താണോ അത് നമ്മൾ പെട്ടെന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഹാപ്പി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ആയിക്കോട്ടെ, അത് പെട്ടെന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരും. മോശമായ കാര്യം കടന്നു വരുമ്പോഴത്തേക്കും നല്ലൊരു കാര്യത്തിനെ മനസ്സിലേക്ക് കൊണ്ടുവരും. അപ്പൊ തന്നെ അതങ്ങ് മാറി കുറെ ആയി കഴിയുമ്പോൾ അതങ്ങ് മറവി സംഭവിക്കുമ്പോൾ അതിന്റെ പവർ കുറയുമ്പോൾ തന്നെ നമുക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് വരുള്ളൂ. അത് ആത്മവിശ്വാസം ഇല്ലാന്നിപ്പോ തോന്നുമെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് മൈൻഡിനെ കൊണ്ടുവരിക. അപ്പൊ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നല്ലൊരു ടീച്ചറായിട്ട് ഹെഡായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും പറ്റും. ഓക്കെ, അപ്പോ പിന്നൊരു കാര്യം, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ചെയ്തവരെ എൻഗേജഡ് ആയിരിക്കാട്ടോ. ഫുൾ ടൈം എന്തെങ്കിലും ആയിട്ട് ചെയ്തോണ്ടിരിക്കുക, എൻഗേജഡ് ആവാൻ നമ്മുടെ മൈൻഡിനെ എൻഗേജഡ് ആക്കാം. ഓക്കെ, അപ്പൊ തന്നെ കുറച്ച് നമ്മളെല്ലാം മറക്കും. അല്ല, ഒരു പാട്ട് കേട്ടാൽ നമ്മൾ മറക്കും. ചിരിച്ചിട്ടുണ്ടോ നിങ്ങൾ? എൻഗേജഡ് ആവാട്ടോ. പിന്നെന്താണ്, വേറെ എന്തോ കൂടി പറയാൻ വന്നു. ഓക്കെ, അപ്പോ കുറെ കാര്യങ്ങൾ മനസ്സിലായി, കുറെ കാര്യങ്ങൾ റിയലൈസ് ചെയ്തു, എന്തൊക്കെയോ അറിഞ്ഞു അല്ലെ. ക്ലാസ് അല്ല, നമ്മുടെ ഇന്ററാക്ഷൻ ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെ അറിയാലോ, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ടോപ്പിക് പറഞ്ഞതെന്നും ഇത്രയും കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഓക്കെ, അതുകൊണ്ട് മാക്സിമം ഇതെല്ലാം മനസ്സിൽ സൂക്ഷിക്കുക, അതേപോലെ പ്രവർത്തിക്കുക. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ പറയാം കേട്ടോ. ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിക്കും കേട്ടോ. നമ്മൾ കുറച്ചിങ്ങനെ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് കുറച്ച് റിലാക്സ് ചെയ്യും അല്ലെ, റിലാക്സ്ഡ് ആകും. അതുകൊണ്ട് ഓപ്പൺ ആയിട്ടൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, പബ്ലിക് പ്ലാറ്റ്ഫോം ആണ് എന്നൊന്നും വിചാരിക്കേണ്ട. പറയാനുള്ളത് പറയും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. See you on the next class. Okay, bye. Thank you, ma'am. Thank you, ma'am.